എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഭക്തമാനസ ഹംസിക എന്നുള്ള തലക്കെട്ടോടുകൂടി ദേവിയുടെ വിവിധ തരത്തിലുള്ള ഭക്തന്മാരുടെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവി എങ്ങനെയാണ് ഭക്തരുടെ ഉള്ളില്, ഭക്തമാനസത്തില്, ആ മാനസരോവരത്തിൽ ഒരു ഹംസികയായിട്ട് വരുന്നത് എന്ന് ദേവിയുടെ പല പല കഥകളിലൂടെ നമ്മളും ഭക്തന്മാരെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും അമ്മേ നമ്മുടെ മാനസ സരോവരത്തിലേക്ക് ആ ഒരു ക്ഷണിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനമാണ് നമ്മൾ ദേവിയെ കുറിച്ച് ഇത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ കേട്ടു ഭൃങ്കി എന്ന് പറയുന്ന ഒരു മുനിയുടെ കഥ അല്ലെ. അപ്പോ ശിവനും ദേവിയും സന്തോഷത്തോടെ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ശിവനെ മാത്രം പൂജിച്ചുകൊണ്ടിരുന്ന ഭൃങ്കി ദേവി അടുത്ത് കൂടെ നിൽക്കുന്നത് കണ്ട് ശിവനെ മാത്രം പ്രദക്ഷിണം വെച്ചു. വീണ്ടും ചേർന്ന് നിന്നപ്പോ അതിന്റെ ഇടയിലെ ഒരു വണ്ടായിട്ട് മാറി. ഭൃങ്കി എന്ന് പറഞ്ഞാൽ വണ്ട്, ഭൃംഗം. അപ്പോ ഒരു വണ്ടായിട്ട് മാറി അതിന്റെ ഇടയിലുള്ള ചെറിയ സ്ഥലത്തൂടെ പോയി ശിവനെ മാത്രം പ്രദക്ഷിണം വെക്കുകയും ദേവിക്ക് അതിൽ വളരെയധികം വിഷമം ഉണ്ടാവുകയും ദേവി ആ ഒരു ജീവശക്തിയെ പിൻവലിച്ചു. അങ്ങനെ ഭൃങ്കിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി മാറി. അപ്പോ അദ്ദേഹം ഒരു വടിയുടെ സഹായത്തോടുകൂടി എന്നിട്ട് പോലും ദേവിയെ ശരണാഗതി ചെയ്യാതെ ഒരു വടിയുടെ സഹായത്തോടുകൂടി, നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഭൃങ്കിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളില് തമിഴ്നാട്ടില് അവിടെ കാണാൻ നമുക്ക് മൂന്നാമതൊരു കാല്, അതായത് ആ ഒരു കമ്പില് താങ്ങിയാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോ ദേവി ശിവനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ പലർക്കും എന്താണ് തോന്നാൻ കാരണം, നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നുള്ള സത്യത്തെ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ആ ഒരു ശിവശക്തി ഐക്യ രൂപത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ശിവൻ അത് സമ്മതിക്കുകയും അത് ദേവിയോട് ഭൂമിയിൽ പോയിട്ട് തപസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാണ്. സമയമാകുമ്പോൾ ഞാൻ എത്താന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഭൂമിയില് ദേവി വന്നു. കാഞ്ചീപുരത്തിലെ മാവിൻ ചുവട്ടില് ആ ഒരു ഏകാമ്രേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ആ ഏകാമ്രം എന്ന് പറയുന്ന മാവിൻ ചുവട്ടില് ഭഗവാന്റെ മണ്ണെടുത്തിട്ട് പാർത്ഥിവലിംഗം ഉണ്ടാക്കി ഭഗവാനെ പൂജിക്കുകയാണ്. അങ്ങനെ തപകാമാക്ഷിയായിട്ട്, ബംഗാരു കാമാക്ഷിയായിട്ടൊക്കെ തപസ് ചെയ്തെന്നും പിന്നെ തിരുവണ്ണാമലയിലെത്തി തപസ് തുടങ്ങിയെന്നാണ് കഥ. അപ്പൊ തിരുവണ്ണാമലയിലെ ഭഗവാൻ എന്താണ് അമ്മയോട് പറഞ്ഞത്? തിരുവണ്ണാമലയുടെ അടിഭാഗത്ത് ദേവി തപസ് ചെയ്യുമ്പോൾ വരാം. അതായത് സാക്ഷാൽ മഹാദേവൻ കാർത്തിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തില് വരുമെന്ന് ദേവിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ തന്റെ പ്രിയതമയോട് ചേർന്ന് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന രൂപത്തെ അവിടെ വെച്ച് സ്വീകരിക്കാമെന്നും ശിവൻ, കാരണം ഇന്നും എല്ലാവർക്കും ശിവനെയും ദേവിയും എപ്പോഴും വേറിട്ട് കാണുക എന്നുള്ള ഒരു ഡ്യുവാലിറ്റി നമ്മുടെ മനസ്സിൽ പ്രകൃതി ഉണ്ടാക്കുന്നതാണ് ഈ രണ്ടെന്നുള്ള ഭാവം. അതിനെ നമുക്ക് മാറ്റി ഒന്നായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറയും. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ആ ഒരു കാർത്തിക ദീപം എന്ന് പറയുന്ന കാർത്തിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലെ ഭഗവാൻ വരികയും തന്റെ പ്രിയതമയോട് ചേർന്ന് അർദ്ധനാരീശ്വരൻ എന്നുള്ള ആ രൂപത്തെ എടുത്തുമെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് അതിന്റെ എങ്ങനെയാണ് അദ്ദേഹം വന്നത്, അപ്പൊ എന്താണ് തിരുവണ്ണാമലയിലെ കാർത്തിക മഹോത്സവം, ഇത് നമുക്കൊന്ന് നോക്കാം. ഇന്നും തിരുവണ്ണാമലയിലെ കാർത്തിക മഹോത്സവം എന്നത് ഈ ഒരു ശിവശക്തി ഐക്യ സ്വരൂപമാണ് അതിന്റെ പുറകിലെ തത്വം എന്ന് പറയുന്നത്. അപ്പോ അണ്ണാമലൈ ദീപം എന്നതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിന്റെ അന്ന് തന്നെ അത് ചെയ്യും. കാരണം അവിടെ പൗർണമിയാണ് എന്ന് നോക്കാറില്ല. പൗർണമിയാണ് സാധാരണഗതിയിൽ, പൗർണമിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ് ഇത് ആഘോഷിക്കുക. പക്ഷേ അവിടെ കാർത്തിക നക്ഷത്രത്തിനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഭഗവാൻ ദേവിയോട് വാക്ക് കൊടുത്തത് കാർത്തിക നക്ഷത്രത്തിനാണ്. അപ്പോ ആ ഒരു എന്താ പറയാ, രാവിലെ ഭരണി ദീപം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭരണി ഒരു അതിന്റെ ദിവസം ഭരണി നക്ഷത്രം കഴിഞ്ഞാൽ ഉടൻ തന്നെ കാർത്തിക വന്നാൽ ഉടനെ തന്നെ കാർത്തിക ദീപം തെളിയും എന്നുള്ളതാണ് അവിടുത്തെ ഇന്നുമുള്ള ആ ഒരു ആചാരം. ഈ സമയത്താണ് അർദ്ധനാരീശ്വര രൂപം തെളിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആ കാർത്തിക സമയത്താണ് ആ രൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ തിരുവണ്ണാമലയിലെ ആദ്യ പ്രാകാരത്തില് വേണുഗോപാല സന്നിധിയുണ്ട് വിഷ്ണുവിന്റെ. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞ ഈ അർദ്ധനാരീശ്വര സന്നിധിയും അതിനകത്ത് തന്നെയാണ്, രണ്ടും ഒരിടത്ത് തന്നെയാണ്. പക്ഷെ അവിടെ അത് വെളിയിൽ ആർക്കും കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു ഒറ്റ ദിവസം മാത്രമാണ്, അറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ ഈ അർദ്ധനാരീശ്വര സന്നിധി വേണുഗോപാല സന്നിധിക്കുള്ളിലാണ്. വേണുഗോപാലൻ ആരാണ്? സാക്ഷാൽ ദേവി തന്നെയാണ് അല്ലെ, ത്രിപുരസുന്ദരി തന്നെയാണ്. അപ്പൊ ഈ അർദ്ധനാരീശ്വര സന്നിധിയും ഇതിനകത്താണ്. ഈ ഒരൊറ്റ ദിവസം കാർത്തിക ദീപത്തിന്റെ അന്ന് മാത്രമാണ് അവിടെ അർദ്ധനാരീശ്വരന് അലങ്കാരമൊക്കെ ചെയ്ത് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ആ ഒരു കിഴക്ക് അഭിമുഖമായിരിക്കുന്ന
അണ്ണാമലയാർ എന്ന് പറയുന്ന സാക്ഷാൽ ശിവന്റെ സന്നിധിയിലേക്ക് വരുന്നത്. അപ്പോ ആ ഒരു വടക്ക് വാതിൽ വഴിയാണ് വരുന്നത്. അപ്പൊ ഇത് എന്താ പറയാ, അന്ന് മാത്രമാണ് ഈ വാതിൽ തുറക്കുന്നത്. നമുക്ക് ചില ക്ഷേത്രങ്ങളില് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ വാതിൽ തുറന്ന് പൂജയുള്ളൂ. ചില വടക്ക് നടകള് പലപ്പോഴും അടച്ചിട്ടിരിക്കും. ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, കൊടുങ്ങല്ലൂർ ഇന്നും വടക്കേ വാതിലിൽ ഒരു ദിവസം മാത്രമേ അവിടെ തുറക്കാറുള്ളൂ. തുറന്നാൽ തന്നെ വെളിയിൽ നിന്നുള്ളവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഈ കിഴക്ക് അഭിമുഖമായിട്ടാണ് അണ്ണാമലയാർ എന്ന് പറയുന്ന പ്രതിഷ്ഠ. അപ്പൊ ആ സന്നിധിയിൽ വരുന്നത് വടക്ക് വാതിൽ വഴിയാണ്. ആ ഒരു ദിവസം മാത്രമാണ് ഈ വടക്ക് വാതിൽ തുറക്കുന്നത്. അപ്പൊ ഇതുവഴി നൃത്തം ചെയ്തിട്ടായിരിക്കും അർദ്ധനാരീശ്വരനെ ഭക്തര് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് മലമുകളില് സിഗ്നൽ കിട്ടി അവിടെ അപ്പൊ തന്നെ അവര് ദീപം തെളിയിക്കും. ആ സമയത്ത് അതായത് ഈ വിഷ്ണുവിന്റെ, അതായത് ഈ വേണുഗോപാല പ്രാകാരത്തിൽ നിന്ന് അർദ്ധനാരീശ്വരനെ നല്ലവണ്ണം അലങ്കരിച്ച് അവരെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് മലമുകളില് നമ്മളിപ്പോ ഇവിടെ എന്താ പറയാ, ശബരിമലയിലെ 41-ാം ദിവസം ആ മകരവിളക്ക് തെളിയുന്ന പോലെ അതേ സമയത്ത് അവിടുന്ന് വളരെ കുറച്ച് സമയമേ ഇവിടെ വന്ന് നിൽക്കാറുള്ളൂ. അപ്പൊ ഈ എന്താ പറയാ, ഈ വഴി ഈ നട തുറന്ന് വടക്ക് വാതിൽ വഴി ഈ അർദ്ധനാരീശ്വരനെ കൊണ്ടുവരുമ്പോ തന്നെ മലമുകളിൽ സിഗ്നൽ കൊടുത്തിട്ട് അവിടെ ദീപം തെളിയിക്കും. ആ സമയത്ത് പഞ്ചമൂർത്തികൾക്ക് മുന്നിൽ ദീപം തെളിയിക്കും. അപ്പോ തന്നെ നൃത്തം ചെയ്ത് അർദ്ധനാരീശ്വരൻ തിരിച്ച് തന്റെ ആ ഒരു വേണുഗോപാല സന്നിധിയിലേക്ക് പോവുകയും ചെയ്യും. വളരെ കുറച്ച് സമയം, ഒരു മുഹൂർത്തം എന്നൊക്കെ പറയും, കുറച്ച് സമയം മാത്രമാണ് ഈ അർദ്ധനാരീശ്വര രൂപത്തെ അവിടെ കാണാൻ സാധിക്കുക. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ശരീരബോധത്തിൽ നിന്ന് ശിവശക്തി ഐക്യരൂപത്തെ നമ്മൾ സങ്കല്പിച്ച്, ഭയങ്കര തിരക്കാണ് ആ ദിവസം. ആ ഒരു സമയത്ത് ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും ദേവിയും ശിവനും ചേർന്ന് നിൽക്കുകയാണ് അല്ലെ. സോമൻ സ ഉമ, അതായത് സോമൻ എന്ന് പറഞ്ഞാൽ ശിവനും ദേവിയും കൂടെ ചേർന്നിരിക്കുന്ന ഭാവം. അവരോട് എന്ത് ചോദിച്ചാലും നടക്കും എന്നാണ്. കാരണം ഇത് അവിടെ ചോദിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, ആധ്യാത്മികമായിട്ട് തന്റെ ശരീരബോധത്തിൽ നിന്ന് ഉയരണം എന്ന് ആരാഗ്രഹിക്കുന്നു, അപ്പോ ഈ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം പൂർണ്ണമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു പറയണു. കുറച്ചു സമയം അവിടെ നിർത്തിയിട്ട് അർദ്ധനാരീശ്വരൻ തിരിച്ച് തന്റെ ആ ഗോപാല സന്നിധിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ കാർത്തിക ദീപം തെളിയിക്കാനുള്ള മുഹൂർത്തം അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ആ തിരുക്കോലം ആ ശിവസന്നിധിയിൽ എത്തുന്നത് തന്നെയാണ് വളരെ കുറച്ച് സമയത്തേക്ക്. അപ്പൊ നമ്മുടെ കണ്ണിന് ദൃശ്യമാകുന്ന കാർത്തിക ദീപം എന്നാല് ഭക്തരുടെ മനസ്സില് ആ ഒരു അജ്ഞാന വെളിച്ചത്തെ മാറ്റുന്നതാണ്, അജ്ഞാനം മാറ്റി വെളിച്ചം തരുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാല് കാർത്തിക ദീപ രഹസ്യം. അപ്പൊ ഈ അർദ്ധനാരീശ്വര ശിവശക്തി രൂപം ഉള്ളില് ആരാണോ പ്രതിഷ്ഠിക്കുന്നത്, ഇരുട്ടിനെ ഒക്കെ മാറ്റി പുതിയൊരു ജ്ഞാന വെളിച്ചത്തെ തരും എന്ന് പറയപ്പെടുന്നു. ഇതാണ് ദേവി തരുന്ന അനുഗ്രഹം അമ്മ മക്കൾക്ക്. അപ്പോ നമ്മുടെ ഉള്ളില് എപ്പോഴാണോ ശിവനെയും ശക്തിയും പ്രത്യേകം കാണുന്നത്, അല്ലെ, നമ്മൾ മാറ്റർ എനർജി എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറയും, പക്ഷെ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. ഒരിക്കലും ശിവശക്തികളെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല, അവരെ ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. എവിടെ ശക്തിയുണ്ടോ അവിടെ ശിവനുണ്ട്. ഇനിയിപ്പോ പുറത്ത് കണ്ടില്ലെങ്കിൽ അകത്തുണ്ടായിരിക്കും. ദേവി മാത്രമുള്ളിടത്ത് ഒന്നുകില് പുറകില് ശിവന്റെ പ്രതിഷ്ഠ കാണും, ഇല്ലെങ്കിൽ ദേവിയുടെ ഉള്ളിലായിരിക്കും ശിവൻ. ഇനി ശിവൻ മാത്രം ഉള്ളിടത്ത് പുറവിളക്കായിട്ട്, ഇപ്പൊ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദേവിക്ക് നടയില്ല എന്ന് പറഞ്ഞാൽ പുറവിളക്കെന്ന് പറയുന്നത് ദേവിയുടെ സന്നിധിയാണ്, പാർവതിയാണ് അവിടെ. അപ്പൊ എവിടെയാണെങ്കിലും ഒന്ന് ശിവന്റെ ഉള്ളിലായിരിക്കും, ഇല്ലെങ്കിൽ ദേവിയുടെ ഉള്ളിലായിരിക്കും, ഇല്ലെങ്കിൽ വെറുതെ ഒരു സങ്കല്പം ചെയ്ത് അകത്ത് ഗർഭഗൃഹത്തിനകത്ത് പൂജ ഉണ്ടാവും. അപ്പൊ ഇവരൊരിക്കലും പിരിക്കാൻ പറ്റുന്ന ശക്തികളല്ല. ആ ഒരു ശിവശക്തി ഐക്യരൂപം നമ്മള് ലളിതാ സഹസ്രനാമത്തില് ആ ഒരു വാഗ്ദേവതകൾ നമ്മളോട് പറയുന്നത് എന്താ, ശ്രീമാതയിൽ തുടങ്ങി അമ്മയ്ക്ക് സറണ്ടർ ചെയ്യുമ്പോ അമ്മ എന്താ ചെയ്യുന്നത്, അവസാനത്തെ നാമത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ആ ദ്വൈതത്തിൽ നിന്ന്, അല്ലെ. അമ്മ എന്ന് പറയുമ്പോ അമ്മ കുട്ടി രണ്ടുപേരായി. അപ്പൊ അവിടെ നിന്ന് നമ്മളിങ്ങനെ അനേക സ്ഥലത്തൂടെ സഞ്ചരിച്ച് അമ്മയുടെ തിരുക്കോലങ്ങളും കണ്ട് അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്നുള്ള ആ ഒരു തലത്തിലാണ്. ഇപ്പൊ നമ്മളെ എല്ലാ വസ്തുക്കളും ഏകമായിരിക്കുന്ന ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്നുള്ള തത്വം, വേദ തത്വത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ ഇനി ഭൃങ്കിക്ക് എന്താ പറ്റിയത്, നമ്മൾ അതും കൂടെ നോക്കണമല്ലോ. അപ്പൊ ഇത് ദേവി മക്കൾക്കെല്ലാം അനുഗ്രഹം മാത്രമേ കൊടുക്കുള്ളൂ. ഭൃങ്കിയുടെ ആ ഒരു കാര്യം എന്താണ്, കാരണം ദേവി വേണ്ട എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ ദേവി തപസ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടി അർദ്ധനാരീശ്വര സ്വരൂപത്തെ നേടി, ഇല്ലേ.
അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഭൃങ്കി കാരണമാണ് നടന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല. കാരണം വണ്ടായി മാറിയ അദ്ദേഹത്തിന് ഭൃങ്കി എന്നൊരു പേര് കിട്ടി. എന്നാല് അതിന് മുമ്പുള്ള പേരെന്താണെന്ന് നമ്മൾ അറിയണം. അതിന് മുമ്പ് ഈ ഭൃങ്കിയുടെ പേര് പറങ്കി എന്നായിരുന്നു. നമ്മൾ സാധാരണ ഈ പറങ്കി എന്നൊക്കെ പറയുമ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ അവരെ പറങ്കികൾ എന്ന് പറയും. അവരാണ് ഒരു തരത്തിൽ പ്രത്യേകം ഒരു മാവൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറങ്കി എന്നായിരുന്നു. പറങ്കി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം വെള്ള എന്ന അർത്ഥം. വെള്ളക്കാര്. നമ്മളെ പറങ്കികൾ എന്ന് പറയുന്നത് പറങ്കികളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പറങ്കി എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളവർ എന്നാണ് അർത്ഥം. ഇദ്ദേഹത്തിന്റെ പേര് പറങ്കി എന്നാണ് ആയിരുന്നത് കൊണ്ട് എന്താ അദ്ദേഹത്തിന്റെ പേര് വെള്ള എന്നായിരുന്നു. വെള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ എന്നർത്ഥം. അപ്പൊ വെള്ള മനസ്സായിരുന്ന പറങ്കിക്ക് എന്താ പറ്റിയത്? ഭേദബുദ്ധി ഇല്ലാതെ സത്വഗുണത്തോടു കൂടി ഇരുന്നിരുന്നു അപ്പോഴും. അപ്പൊ നല്ല എന്താ ശുദ്ധമായ മനസ്സായിരുന്നു. ഭേദബുദ്ധി, അതായത് എപ്പോഴാണോ ശിവനും ദേവിയും കൂടെ ഇരുന്നപ്പോ ശിവൻ വേറെ ദേവി വേറെ എന്ന് തോന്നിയത്, ആ ഒരു ശിവഭക്തനായിട്ട് മാത്രം മാറിയത്, ആ ഒരു എന്താ പറയാ ശിവനെ ഞാൻ പൂജിക്കുള്ളൂ എന്ന് കരുതിയത് അപ്പോ തന്നെ ഒരു കറുത്ത നിറമുള്ള വണ്ടായിട്ട് മാറി. അല്ലെ? ആ മുനി വണ്ടായ ഭൃങ്കിയായിട്ട് മാറി. ഇതാണ് ശരിക്കും ഈ കഥയുടെ കാതല്. അല്ലാതെ ഭൃങ്കി കാരണമൊന്നുമല്ല ദേവി അർദ്ധനാരീശ്വരനായത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും ലോകത്തിന് കാണിച്ചു കൊടുക്കണം. നമ്മൾ എപ്പോഴാണോ നമ്മുടെ മനസ്സ് നല്ല വെളുത്ത് അല്ലെ ആ ഒരു നൈർമല്യത്തോടു കൂടി ഇരിക്കുന്നത്, ഭേദബുദ്ധി ഇല്ലാതിരിക്കുന്നത്, അതാണ് സത്വഗുണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശിവനും ദേവിയും ഒരുമിച്ച്, കാരണം ഒരു ശരീരത്തിലെ ശിവനും ദേവിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? ശുദ്ധമായിരിക്കുന്ന ആ ഒരു രീതിയിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് ഈ ഭേദബുദ്ധി ഉണ്ടാവുന്നത്, അവർ ആ ഒരു കറുത്ത നമ്മുടെ സംശയം ഇല്ലേ, അഹങ്കാരം, ഞാൻ ശിവനെ പൂജിക്കുള്ളൂ, ഈ ഞാൻ എന്ന് പറയുന്ന എപ്പോഴാണോ ചെറിയ ആ ഒരു ഞാനില് വലിയ ഞാനിനെ മറന്നുകൊണ്ടുള്ള അഹംബോധം വരുന്നത്, അപ്പോഴെന്തായിട്ട് മാറി? വണ്ടായിട്ട് മാറി. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഭൃങ്കിയുടെ കഥ. നമുക്കറിയാം മധു കൈടഭന്മാരല്ലേ? മധു കൈടഭൻ എന്ന് പറഞ്ഞ കീടത്തിന്റെ അവസ്ഥ. ഒന്ന് ഞാനെന്നുള്ള ബോധം. നമുക്കറിയാം ബ്രഹ്മാവ് ആദ്യത്തെ ചരിതത്തില് ദേവി വിളിച്ചുണർത്തി, കാളികാദേവിയാണ് വിഷ്ണുവിനെ ഉണർത്തുന്നത് അല്ലേ? അവിടെയും ഒരു കീടത്തിന്റെ അവസ്ഥ. അപ്പൊ കീടം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കുറച്ചു കാലം ജീവിച്ചിരിക്കുന്ന അല്ലെ, ശബ്ദമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് താൻ ആരെന്ന് അറിഞ്ഞുകൂടാത്ത, കറുത്ത നിറമുള്ള, മനസ്സിൽ കറുപ്പ്, പുറത്തല്ല കറുപ്പ്, അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ വണ്ടെന്നൊക്കെ പറയുന്നത്. ഇതാണ് ഈ കഥയുടെ കാതല്. അപ്പം ശിവനും ശക്തിയും അല്ലെ, അങ്ങനെ അവര് ഒന്നായി കണ്ടപ്പോ മനസ്സ് ശുദ്ധമായിട്ട് തീർന്നു. ശിവശക്തിയെ പിരിച്ച് തന്റെ ശക്തി കൊണ്ട് അതിന്റെ ഉള്ളിലൂടെ പോകും, വണ്ടായിട്ട് പോകും എന്നുള്ള തന്റെ ബലത്തിലുള്ള ഒരു അഹങ്കാരം ഉണ്ടായപ്പോ താൻ എന്ത് ചെയ്തു? എന്റെ ശരികള് എന്നുള്ള ഒരു ഭാവം വന്നപ്പോ ആ സമയത്ത് വെളുത്ത മനസ്സ് കറുപ്പായിട്ട് ഭൃംഗം എന്നുള്ള ഒരു വണ്ടായിട്ട് തീർന്നു, കീടമായിട്ട് തീർന്നു. എല്ലാറ്റിന്റെയും ശക്തിയെ നിരാകരിച്ചുകൊണ്ട് എല്ലാ ജീവന്റെയും ജീവശക്തിയായ ജഗദംബികയാണ് അല്ലെ, നാമരൂപങ്ങള് എല്ലാം തന്നെ അവിടെ നാമരൂപങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. തന്റെ മക്കളെ രക്ഷിക്കുന്ന ജഗദീശ്വരിയെ നമ്മള് ആ അക്സെപ്റ്റൻസ് ഇല്ലാതെ, ഇല്ല അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്ന ആർക്കാണോ അവിടെ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. അപ്പൊ ആ ശക്തിയെ നിരാകരിക്കുന്നതുകൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് ഒരിക്കലും ശിവനിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിൽ ആ ഐശ്വര്യത്തെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു ജഡത്തിനും ഇവിടെ ജീവനോടെ ഇരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ശരീരം, എല്ലാവരുടെ ശരീരവും ജഡശരീരങ്ങളാണ് അല്ലെ? അതില് ആ ഒരു ജീവശക്തിയായിട്ടിരിക്കുന്നത് ജഗദംബികയാണ്. അപ്പൊ തന്റെ മക്കളെയാണ് ഈ പറഞ്ഞ ജഗദീശ്വരി രക്ഷിക്കുന്നത്. ആ അമ്മയെ ഒരിക്കലും നമ്മൾ നിരാകരിക്കാൻ പാടില്ല. അപ്പോ ഈ സത്യം അറിയാത്തവരാണ് ശിവനെയും ശക്തിയെയും ഭേദബുദ്ധിയോടെ കാണുന്നത്. ഇപ്പൊ മറുനാട്ടിലുള്ളവർക്ക് പോലും ഭാരതത്തിൽ വന്ന് ദേവിയെ വഴിപ്പെട്ടാൽ ദേവി എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുന്നത് അല്ലെ? അവരെ പ്രസിദ്ധരാക്കി ഉയർന്ന ദേവീ ഭക്തരായിട്ട് മാറ്റുന്ന കഥ നമ്മൾ ജോൺ വുഡ്രഫിലൂടെ കണ്ടു അല്ലെ? ജോൺ വുഡ്രഫ് എന്ന് പറഞ്ഞ വെളുത്ത നിറമുള്ള ഒരു വെള്ളക്കാരൻ ഇവിടെ വന്നിട്ട് അയാൾ എന്തായിട്ട് തീർന്നു? ആർത്തർ ആബലോൺ എന്നുള്ള പേരില് അനേക തന്ത്രശാസ്ത്ര പുസ്തകങ്ങൾ രചിക്കാൻ തക്കോണം ഉയരത്തിൽ ദേവി എത്തിച്ചു. നമുക്ക് സത്യവ്രതൻ എന്ന് പറഞ്ഞ ഒരാളിന്റെ കാര്യം നോക്കാം അടുത്തതായിട്ട്. സത്യവ്രതൻ അല്ലെ, ദേവി ഭാഗവതത്തില് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സത്യവ്രതൻ എന്ന ഒരാള് കുറച്ച് ബുദ്ധി കുറഞ്ഞ ആളായിരുന്നു. കുട്ടിയുടെ അച്ഛൻ പല വഴികളും നോക്കി, പ്രയോജനമില്ല.
ഒരു ദിവസം അച്ഛൻ തന്നെ കുട്ടിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഒരു എന്താ പറയാ ഒരു മകനായി പോയത് എന്ന് ചോദിച്ചു. വളരെ ദുഃഖത്തോടെ അച്ഛൻ ചോദിച്ചത് കേട്ട് കുട്ടിക്ക് വലിയ ദുഃഖമായി. കുട്ടി വിചാരിച്ചു, ഇനി എന്തിനാണ് താൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടി കാട്ടിൽ പോയി തനിയെ താമസിക്കാമെന്ന് കരുതിയാണ് കാട്ടിലേക്ക് പുറപ്പെട്ടത്. അച്ഛനും കുടുംബത്തിനും മോശം വരാതെ താൻ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആ കുട്ടിക്ക് തന്റെ പേര് സത്യവ്രതൻ എന്നൊക്കെ അറിയാം. കുട്ടിയുടെ പേര് സത്യവ്രതൻ എന്നായിരുന്നു. അപ്പോ അതിനർത്ഥം അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സത്യം മാത്രം പറയുക. ആ ഒരു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും എന്താണ് സത്യം, എന്ത് പറയണം, ഒരു മന്ദബുദ്ധിയെ പോലെയായിരുന്നു ഈ കുട്ടി. ഒന്നും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനസ്സിലാവില്ല, അറിയില്ല. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി കാട്ടിൽ ചെന്ന് ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെ തപസ് ചെയ്ത മുനിമാരുടെ അടുത്ത് ചെന്നു. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ കറങ്ങി നടക്കും. ബുദ്ധി കുറഞ്ഞ കുട്ടിയാണെന്ന് കരുതി എന്ത് ചെയ്യും, ആ ഋഷിമുനിമാര് തന്റെ പൂജകളൊക്കെ ചെയ്തിട്ട് പ്രസാദമൊക്കെ എന്തെങ്കിലും കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഈ കുട്ടി അവിടെ കഴിയുകയാണ്. അപ്പൊ മുനിമാര് ജപിക്കുന്ന ദേവി മന്ത്രങ്ങളൊക്കെ ഈ കുട്ടി കേട്ടിട്ടുണ്ട്. പക്ഷെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും ഒന്നും ഓർമ്മ നിൽക്കില്ല, ചൊല്ലാനും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ കറങ്ങി നടന്ന് നദിക്കരയിൽ ഇരുന്നപ്പോ അതുവഴി ഒരു കാട്ടുപന്നി ഓടി വരുന്ന കണ്ടു. ഒരു വേടൻ അതിനെ തുരത്തിക്കൊണ്ട് പിന്നാലെ ആ വേടനും വന്നു. അയാളുടെ എന്താ പറയാ അമ്പേറ്റിരുന്ന് ഈ പന്നിക്ക് ധാരധാരയായിട്ട് അതിന്റെ പുറത്തു നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അതിന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അതിങ്ങനെ വന്ന് കറങ്ങി 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 അവിടെയുള്ള ഒരു പൊന്തക്കാടിന്റെ പിന്നിലോട്ട് പോയി മറിഞ്ഞു. കാരണം ജീവൻ മരണ പോരാട്ടത്തിൽ ആ പന്നിക്ക് ഓടാനൊന്നും ഉള്ള ശക്തിയില്ല. അതിങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോയി മറിഞ്ഞു. ഇപ്പൊ വേട്ടക്കാരൻ വന്നു, പന്നിയെ കണ്ടോ എന്ന് സത്യവ്രതനോട് ചോദിക്കാണ്. കാരണം അവിടെ വെറുതെ ഇരുന്ന ഒരു കുട്ടി, തീർച്ചയായിട്ടും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു, എന്താ പറയാ, ഇതിലെ ഞാൻ അമ്പ ചെയ്ത ഒരു പന്നി ഇതുവഴി വന്നിരുന്നു, അത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യുക? സത്യവ്രതൻ ആലോചിച്ചു. ഇനി കണ്ടു എന്ന് പറഞ്ഞാല് പന്നിക്ക് ആപത്താകും, കണ്ടില്ല എന്ന് പറഞ്ഞാല് കള്ളം പറഞ്ഞതാകും, അല്ലെ? എന്ത് പറയണമെന്നറിയാതെ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ഹ്ര ഹ്ര ഇല്ലെ, പന്നി ഉണ്ടാക്കിയതുപോലെ ഒരു ശബ്ദം. പന്നി ഇങ്ങനെ എന്താ പറയാ മരണവെപ്രാളപ്പെടുമ്പോ വേദന കൊണ്ട് എപ്പോഴും ഹ്ര ഹ്ര എന്നാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരുമാതിരത്തെ മുരണ്ടതുപോലെ ഒരു ശബ്ദം. ഈ ശബ്ദം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ പന്നി അതിന്റെ വേദന കൊണ്ടാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് പോയത്. ഈ വേദന കണ്ട് മനസ്സലിഞ്ഞിട്ടാണ് അതിനെ കാണിച്ചു കൊടുക്കാത്തത്. ഹൃ ഹൃ എന്ന ദേവിയുടെ മഹാബീജം ഹ്രീംകാരം അല്ലെ, അതില് ഹൃ മാത്രം പറഞ്ഞു, ഈംകാരം വിട്ടുപോയി. അറിയില്ല, അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. ആ മഹാബീജമാകുന്ന ഹ്രീംകാരമാണ് സത്യവ്രതന്റെ നാവിലൂടെ ജഗദംബിക കേട്ടത്. കാരണം വളരെ ഇന്നസെന്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് പറഞ്ഞ അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു വലിയ മുനിയായിരുന്നു. നമുക്കിതെല്ലാം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ അനേക ജന്മം, നമ്മുടെ ഹസ്താമലകൻ പൂർവ്വജന്മത്തിൽ വലിയൊരു മുനിയായിരുന്നു. എല്ലാവരും പൂർവ്വജന്മാർജിത കർമ്മം നോക്കുകയാണെങ്കിൽ വളരെ വളരെ അനേക ജന്മങ്ങളിൽ ചെയ്ത പുണ്യമാണ് ദേവി നേരിട്ട് വന്ന് അവർക്ക് അനുഗ്രഹം. അല്ലാതെ പെട്ടെന്നൊരു ജന്മം ഈ ജഗദംബിക വരില്ല. നമ്മൾ അനേക ജന്മം പുണ്യം സമ്പാദിച്ചെങ്കിൽ മാത്രമേ ദേവിയുടെ വെറും ഒരു തെറ്റായിട്ട് ഉച്ചരിച്ച മന്ത്രം പോലും ദേവി അത് നല്ലതായിട്ട് സ്വീകരിച്ച് എന്തോ ചെറിയ പാകപ്പിഴകൾ തന്റെ കർമ്മങ്ങളിൽ വന്നു കാണും, സാധനകളിൽ വന്നു കാണും. അതിന്റെ പാപമായിട്ടായിരിക്കും അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ഒരു മൂഢനായിട്ട് പിറന്നത്. അല്ലാതെ അവർക്കെല്ലാം തന്നെ അനേക ജന്മത്തിലെ പൂർവ്വജന്മ സമ്പത്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ധനമോ നമ്മളെ ഇവിടെ സമ്പാദിച്ചിട്ട് പോകുന്ന ഏക്കർ കണക്കിന് വസ്തുക്കളോ ഒന്നുമല്ല. നമ്മുടെ പുണ്യം, ആ ഒരു ഉപാസനാ മാർഗത്തിൽ ദേവിയോട് എപ്പോഴും നിഷ്കളങ്കമായിട്ട് ഇടപെടുക, ദേവിയുടെ മന്ത്രത്തിൽ കള്ളത്തരം കാണിക്കാതിരിക്കുക, നന്നായിട്ട് അത് ജപിക്കുക, ദേവിയെ മനസ്സിലാക്കി എല്ലാവരുടെ ഉള്ളിലും അമ്മയെ കാണുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ ഗുരുപരമ്പരയെ പറ്റിക്കാതിരിക്കുക. എപ്പോഴാണോ നമ്മൾ ഗുരുപരമ്പരയും ഗുരുക്കന്മാരെയൊക്കെ നിന്ദിക്കുകയും അവരുടെ മുമ്പിൽ ഒരു പ്രകടനം അല്ലാതെ ഒരു പ്രകടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആ ഗുരു എന്ന് പറഞ്ഞ ആരാ? ഈശ്വരനെ കാണിച്ചു തരുന്ന ആളാണ്, അല്ലെ? അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹമാണ് അവിടെ ഇല്ലാതാവുന്നത്. എപ്പോ ഗുരുപരമ്പരയെ നിന്ദിക്കുന്നോ ഈശ്വരാനുഗ്രഹം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ എത്രയോ ഉപാസകന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിരിക്കണം. വെറും നിസ്സാരമായിട്ടുള്ള അഹങ്കാരം കൊണ്ട് അവർ കാണിക്കും ആ ചെറിയ സമയത്ത്. അതെന്താ? വാസന പ്രേരിതമായിട്ടുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് പക്ഷെ ഒരിക്കലും നമുക്കതിന്ന് ആ കർമ്മഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ജന്മങ്ങളാണ് ഇവരുടെ എല്ലാം. അപ്പൊ ഈ ചെറിയ ഹൃ ഹൃ എന്ന് പറഞ്ഞ ആ ദേവിയുടെ മഹാബീജമായിരിക്കുന്ന ഹ്രീംകാരം അങ്ങനെയാണ് ഉച്ചരിച്ചതെന്ന് കണ്ടിട്ട് ദേവി അവിടെ വരികയാണ്. അപ്പൊ സത്യവ്രതന്റെ നാവിലൂടെ ജഗദംബിക പ്രകടമാവാൻ തുടങ്ങുകയാണ്.
വേടൻ ഇതൊന്നും അറിയാതെ ദേഷ്യത്തോടെ പന്നിയെ കണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലെ. അതിന് ഉത്തരമായിട്ട് സത്യവ്രതൻ പറഞ്ഞു, ആ ഒരു തമിഴില് പറഞ്ഞു, പാർത്തവർ ചൊന്നതെല്ലാം ഉണ്മയുമല്ല, പാർക്കാത്തവർ ചൊല്വതെല്ലാം പൊയ്യുമല്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? കണ്ടവർ പറയുന്നത് സത്യമാകണമെന്നില്ല, കാണാത്തവർ പറയുന്നത് അസത്യവുമല്ല. ഇത് കേട്ട വേടന്റെ ഉള്ളിലെ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി. വളരെ വളരെ ഉയർന്ന ഒരു തത്വമാണ് ഇത്, ബ്രഹ്മതത്വം എന്ന് തന്നെ പറയാം. കണ്ടവർ എന്താണ് കണ്ടവർ പറയുന്നത് സത്യമാകണമെന്നില്ല, കണ്ടവർ പറയില്ല. കാരണം എന്താ? കണ്ടവർക്ക് പറയാൻ പറ്റില്ല. ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി അത് പറയാനായിട്ട് ഒരിക്കലും വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കാറില്ല. കാരണം ഉപ്പുപാവ എങ്ങനെയാണോ സമുദ്രത്തിൽ അലിയുന്നത്, ആ മഹാസമുദ്രത്തില് തന്റെ ജ്ഞാനമാകുന്ന അറിവിലൂടെ ദേവിയെ, ജഗദമ്പിയെ സാക്ഷാത്കരിച്ച ഒരാളും അത് ദേവിയായിട്ട് തീർച്ച പിന്നെ മൗനമാണ് അല്ലെ. അവർക്ക് വന്നു പറയാൻ അവരുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആ ഒരു സത്യം എന്താണെന്ന് വെച്ചാല്, ആ സത്യവ്രതൻ പറഞ്ഞത്, പാർത്തവർ ചൊന്നതെല്ലാം ഉണ്മയല്ല, കണ്ടവരെല്ലാം പറയുന്ന സത്യമാണെന്ന് പറയാൻ പറ്റില്ല. പലരും അതിനെ മാറ്റി പറയും. അവനവന്റെ വാസനയ്ക്കനുസരിച്ചായിരിക്കും ഈശ്വരനെ ഓരോരുത്തർ കാണുന്നത്. എന്നാ പാക്കാത്തവർ ചൊല്വതെല്ലാം പൊയ്യുമല്ല അല്ലെ. അപ്പൊ കാണാത്തവര് പറയണതെല്ലാം കള്ളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ജഗത്തില്. കാരണം ഈശ്വരൻ അറിയാം എന്ത് ശരി, എന്ത് തെറ്റ്, ആർക്ക് എന്ത് കൊടുക്കണം അല്ലെ. നമ്മൾ ചെയ്ത നമ്മളല്ല വിധി നിർണയം നടത്തേണ്ടത്. ഉപാസനാ മാർഗത്തില് ഈശ്വരൻ ഡയറക്റ്റ് ഗുരുമണ്ഡലത്തിലൂടെയാണ് എല്ലാ വിധിക ന്യായങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമ്മളിനി എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും, നമ്മൾ വേറൊരാളെ നല്ലതെന്ന് ജഡ്ജ് ചെയ്താലും മോശം എന്ന് ജഡ്ജ് ചെയ്താലും, നമ്മുടെ മനസാക്ഷി മാത്രമാണ് അവിടെ എന്താ പറയാ, കുറ്റപത്രം എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മ വാങ്ങിച്ചോളും, അമ്മ തീരുമാനം എടുത്തോളും. നമ്മള് ബാക്കിയുള്ളവർ പറയുന്നതിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ശുദ്ധമായിരിക്കണം. അവിടെ ഇരിക്കുന്നത് ആരാ? സാക്ഷാൽ അമ്മയാണ് അല്ലെ. നമ്മുടെ ഉപാസ്യ ദേവതയാണ്. അമ്മയ്ക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ വേടന്റെ ഉള്ളിൽ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി ഇത് കേട്ടിട്ട്. കാരണം ഒരു സ്പാർക്ക്. അയാൾ വിചാരിച്ചു ഏതോ ഒരു വലിയ ജ്ഞാനിയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ സത്യവ്രതനെ നമസ്കരിച്ചിട്ട് പോവുകയാണ്. അപ്പൊ പന്നിയും രക്ഷപ്പെട്ടു. സത്യവ്രതനായിരുന്ന ഒരു സാധാരണ കുട്ടി അല്ലെ, സത്യവ്രതൻ എന്ന ഋഷിയായിട്ട് മാറി എന്നത് ഇത് ഉപനിഷത്തിലുമുള്ള ഒരു കഥയാണ്, ദേവി ഭാഗവതത്തിലുമുള്ള കഥയാണ്. അപ്പോ പന്നി രക്ഷപ്പെട്ടു, ഒരു ജീവനെ രക്ഷപ്പെടുത്തി അല്ലെ. സത്യവ്രതൻ എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു സാധാരണ കുട്ടി എന്തായിട്ട് തീർന്നു? ഒരു സത്യവ്രതൻ എന്ന് പറയുന്ന ഋഷിയായിട്ട് തീർന്നു. നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് ഒരുമിച്ച് നടന്നത് അല്ലെ. അപ്പോ തന്റെ കുട്ടി ബുദ്ധിശാലിയായി മാറിയിട്ട് മന്ത്രങ്ങൾ തെറ്റാതെ പറയുന്നവരോട് മാത്രമല്ല എല്ലാവരോടും കരുണ അല്ലെ. തന്റെ ആ ഒരു ശരിയല്ലാതെ നിഷ്കളങ്കമായിട്ട് എല്ലാ ജീവനോടും കരുണയോടെ പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും കൊടുത്ത് അനുഗ്രഹിക്കുന്ന ആ ജഗദംബികയാണ്, പരാശക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മ. ഒരമ്മയ്ക്ക് തന്റെ ചെറിയ കുട്ടി സംസാരിക്കുന്നതിൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെ എന്തെല്ലാം തെറ്റായിട്ടുള്ള വാക്കുകളാണ് കുട്ടികൾ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യും അമ്മ? തെറ്റായിട്ട് ഒരു നഴ്സറി പോയിട്ട് വരുന്ന കുട്ടികളെ പല വാക്കുകളും തെറ്റായിട്ട്, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും തെറ്റായിട്ട് ഉച്ചരിക്കും. പക്ഷെ അതൊക്കെ അമ്മ ആസ്വദിക്കും അല്ലെ. കാരണം സംസാരിക്കാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം അത് മനഃപൂർവ്വം വരുത്തുന്ന തെറ്റല്ല, കൊച്ചു കുഞ്ഞ് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ജഗദംബിക പൊറുക്കും. അപ്പൊ ആ സന്തോഷമാണ് ഇവിടെ തന്റെ മന്ത്രത്തെ തെറ്റായിട്ട് ജപിച്ചെങ്കിൽ കൂടി നിഷ്കളങ്കമായിട്ട് ജപിക്കുന്ന ഒരു ജീവനോട് ദേവി ക്ഷമിച്ചത്. അതുകൊണ്ടാണ് ദേവിക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാ? ഭക്തരുടെ മനസ്സാണെന്ന് പറയാൻ കാരണം. നമ്മുടെ മനസ്സിൽ വരുന്ന സ്തുതികളാണ് നമുക്ക് സ്തോത്രമായിട്ട് നമ്മൾ ദേവിയെ പ്രകീർത്തിക്കേണ്ടത്. അല്ലാതെ നമുക്കിപ്പോ വേറൊരാളുടെ ഉണ്ടാക്കിയ സ്തോത്രങ്ങൾ അറിയില്ല. നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മുടെ ആ സ്നേഹത്തോടു കൂടി നമ്മളെല്ലാരും എന്താ കുട്ടികൾക്ക് വീട്ടിലൊരു പേരിടുന്നത് ചെല്ലപ്പേരെന്നൊക്കെ പറയും അല്ലെ. അപ്പം നമ്മളൊരു കുട്ടിയോട് ഭയങ്കര സ്നേഹത്തിൽ അമ്മമാര് നമ്മൾ വെളിയിൽ വേറെ പേരിട്ടാലും വീട്ടിൽ പല പേരുകൾ പറഞ്ഞ് വിളിക്കും. എന്താ? വെറും സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതുപോലെ കുഞ്ഞമ്മയെ അതേപോലെ വിളിക്കും. അമ്മ എന്ന് തന്നെ വിളിക്കണം എന്ന് ഇല്ല. അത്രയും സ്നേഹത്തിൽ, ഈ സ്നേഹമാണ് പരസ്പര ബന്ധം അവിടെ നിർത്തുന്നത്. അപ്പോ ഈ നമ്മള് ദേവിയോട് എപ്പോഴും എന്താ പറയാ, ആ ഒരു ഈ നാമം നമ്മുടെ ഉള്ളില് എന്ത് നാമം കൊണ്ടാണോ നമുക്ക് ദേവിയെ സ്തുതിക്കാൻ തോന്നുന്നത് അത് ചെയ്യണം. ഭക്തരുടെ ഹൃദയമാകുന്ന മാനസരോവരത്തില് ഒരു ഹംസമായിട്ട് നീന്തി കളിക്കണം എന്ന ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം അമ്മയ്ക്ക്. അപ്പൊ ഭക്തമാനസ ഹംസിക അല്ലെ. ഈ ഹംസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹംസം ഇന്നില്ല. ആ ഒരു വംശ പരമ്പര
ഒരു എക്സ്റ്റിൻറ്റ് ആയി പോയി. ഇന്ന് രാജഹംസം എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല. അപ്പൊ അതിന് രാജഹംസം അല്ലെ ഒരു എന്താ പറയാ ഭവന കളഹംസം എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ഇതിന്റെ പേര്. കാരണം ഈ ഹംസം പാലും വെള്ളവും കലർത്തി വെച്ചാൽ അതിലെ പാല് മാത്രം കുടിക്കും. അതാണ് ശാസ്ത്രം. അപ്പൊ അതിന് അത്രയും കഴിവുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പക്ഷി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇന്നത്തെ ലോകം കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. കാണാത്തത് അവര് പറയും എന്താ പറയാ ശാസ്ത്രം പറയണു അല്ലെ, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പറഞ്ഞിട്ട് ആസ്ട്രോ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യമല്ല, ഞങ്ങൾക്ക് തെളിയിക്കണം അല്ലെ, ഒരു ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ലോജിക്കലായിട്ട് ഒരു ജന്മം പോലും നമുക്ക് ലോജിക്കലായിട്ട് തെളിയിക്കാൻ പറ്റില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലോകം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് അല്ലെ, ദാറ്റ് വിച്ച് ക്യാൻ ബി സീൻ, ദാറ്റ് വിച്ച് ക്യാൻ ബി ലുക്ഡ് അപ്പോൺ. ഇതാണ് ശരിക്കും ലോകം. ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്, ലോ എന്ന് പറഞ്ഞാൽ കാണുക. അപ്പൊ ശരീരത്തിൽ കാണുന്ന ഇന്ദ്രിയത്തിനെയാണ് നമ്മൾ ലോചനം എന്ന് പറയുന്നത്. എന്താണ് കാണുന്നത്? അത് ലോകം. 14 ലോകങ്ങളുണ്ട്. ഇത് ഭൂമി മാത്രമാണ്. അപ്പൊ മറ്റു ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാ ശാസ്ത്രങ്ങളും അത് പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഭൂമി മാത്രമാണെന്ന് അർത്ഥം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റു ലോകങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ജീവനും ഒരു ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്ന് ചുമ്മാ ശാസ്ത്രങ്ങൾ എഴുതി വെക്കില്ലല്ലോ. അപ്പൊ ലോകം എന്ന് പറയുമ്പോൾ ഓരോ ജീവന്റെയും അനുഭവ മണ്ഡലം എന്ന് പറയാം നമുക്ക്. അതാത് ലോകങ്ങൾക്ക് ആ യോഗ്യതയുള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ പോകാൻ പറ്റാത്തവർ അങ്ങനെ ഒരു ലോകം ഇല്ല എന്ന് പറഞ്ഞിരിക്കും. നരകമുണ്ട്, സ്വർഗമുണ്ട്, ഗന്ധർവ ലോകമുണ്ട്, വൈകുണ്ഠമുണ്ട്, കൈലാസമുണ്ട്, എത്ര ലോകങ്ങള്, ഉപരി ലോകങ്ങള്, അധോ ലോകങ്ങള്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ ഏത് ലോകത്ത് പോകണം. അപ്പൊ ഇന്ന ലോകത്ത് പോയിട്ട് വേറൊരു ജീവൻ വീണ്ടും ശരീരം എടുക്കണം. അപ്പൊ നമ്മുടെ പൂർവ്വജന്മ വാസനകൾ നമ്മളിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അധോ ലോകത്ത് പോയിട്ട് നരകമാണ് അനുഭവിച്ചെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖമായിരിക്കും അല്ലെ? അവരും ക്ലേശങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊന്നും ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ അമേരിക്കയിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം അന്റാർട്ടിക്ക, ഞാൻ പോയിട്ടില്ല, അന്റാർട്ടിക്കയെ ഇല്ല. അപ്പൊ ഗ്ലോബ് എടുത്ത് തിരിച്ചു വെച്ചിട്ട് അന്റാർട്ടിക്ക ഉണ്ട്, അവിടെ ജീവിക്കുന്ന ജീവികളെ കാണിച്ചു തന്നാലും ചിലപ്പോ നമ്മുടെ മനസ്സ് പറയുമോ അത് ഉണ്ടാവുമോ എന്തോ. നമുക്ക് ഒന്നും നമ്മുടെ ബുദ്ധിക്ക് കാണുന്ന വസ്തുക്കളെ മാത്രമാണ് നമുക്ക് വിശ്വാസമുള്ളത്. അപ്പൊ നമുക്ക് ഓരോരോ ലോകങ്ങളിൽ പോകാൻ ഓരോരോ യോഗ്യതകൾ നമ്മൾ തന്നെ നേടുന്നുണ്ട്. അപ്പൊ യോഗ്യതയുള്ളവർക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഉള്ളവർ അവിടെ കാണാൻ പറ്റണമെങ്കിലും അവർക്ക് ആ യോഗ്യതകൾ വേണം. മനുഷ്യലോകത്തിൽ നമ്മള് പഞ്ചേന്ദ്രിയങ്ങളെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിച്ചതും എല്ലാം നമുക്ക് സത്യം, അത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യര്. എന്നാൽ അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ നമുക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാവൂ. കാരണം ഈ അഖില എന്താ പറയാ അഖില കോടി ബ്രഹ്മാണ്ട ജനനിയായിരിക്കണം അമ്മ. നമ്മൾ ചുമ്മാ അമ്മനിമാര് എന്താ അശന്യാദി ദേവതകളെ സ്തുതിക്കില്ല അല്ലെ? അനേക കോടി ബ്രഹ്മാണ്ട ജനനി. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടമാണ് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം, ഭൂമി എന്ന് പറയുന്നത്. അതും ഒരു ഇട്ടാവട്ട സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ബാക്കിയൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അറിയില്ല. ഇപ്പൊ ദേവി മഹാത്മ്യത്തിൽ സുമേധസ് മഹർഷി ആ ഒരു സുരത സമാധിമാരോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർ വിഷയ ഗോചരെ. നമുക്ക് കിട്ടേണ്ട ജ്ഞാനം എന്നത് എന്താ, എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടിയതാണ്. അല്ലാതെ നമുക്ക് ഒരിടത്തുനിന്നും സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടില്ല. സിക്സ്ത് സെൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ഒരു 3 ഡയമെൻഷൻ ലോകത്ത് നിൽക്കുന്നവരാണ്. നമുക്ക് അതിന്റെ 4th 5th 6th ഒക്കെ കടന്നു പോകണം. നമ്മള് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് പോകണം. ഇൻറ്റ്യൂഷൻ പവർ വേണം നമുക്ക്. അപ്പോ എന്താ പറയുന്നത്? ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർ വിഷയകോ. ഈ ജന്തുക്കൾ എന്ന് പറഞ്ഞ ഇവിടെ ജീവികൾക്കെല്ലാം എങ്ങനെയാ കിട്ടുന്നത് അറിവ്? അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടിയതാണ്. എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർക്കും ഉൾപ്പെടെ അങ്ങനെയാണ്. വിഷയാംശ മഹാഭാഗോ യാന്തി ജാതിം പൃഥക് പൃഥക്. ചില ജീവനുകൾക്ക് പകൽ മാത്രം കാണാം, ചിലതിന് രാത്രി മാത്രം കാണാം. ചിലവയ്ക്ക് പകലും രാത്രിയും കാണാൻ കഴിയണു. വവ്വാലിന് രാത്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? മനുഷ്യന് മാത്രമാണ് പകലും രാത്രിയും അല്ലെ? രാത്രിയിൽ വെളിച്ചത്തിൽ രാത്രിയിലും കാണാൻ സാധിക്കണം. അപ്പോ പകൽ എന്നാൽ എന്താ? അപ്പോ പകൽ എന്നാൽ ജ്ഞാനമാണ്, രാത്രി എന്നാൽ അജ്ഞാനമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരേ വസ്തുവിനെ മനുഷ്യൻ 2 രീതിയിൽ കാണാം അല്ലെ? അപ്പൊ കാണുന്നു എന്നുള്ളതിന് അർത്ഥം എന്താ?
കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കുന്നു. നമുക്കൊരു എന്താ പറയാ വിവേചന ബുദ്ധിയുണ്ട്. ഇതുകൊണ്ടാണ് ആദ്യ ഭക്തമാനസ ഹംസിക പറഞ്ഞത്, നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ദേവി തന്റെ മക്കളെ വിവേചന ബുദ്ധിയോടുകൂടിയാണ് വളർത്തുന്നത്. എന്താ വിവേചനം? എന്താണ് നിത്യം, എന്താണ് അനിത്യം, എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യമേത് അസത്യമേത് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പകലെന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിന്തിക്കുന്ന മനുവിന് അത് ജ്ഞാനമാണ്. പകലെന്ന് പറയുന്ന, രാത്രി എന്നാൽ അജ്ഞാനമാണ്. ഒരേ വസ്തുവിനെ നമ്മൾ രണ്ട് രീതിയിൽ കാണാം. അപ്പൊ കാണുക എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. ഇപ്പൊ രാജഹംസം എന്നുള്ള പക്ഷി ഇന്നില്ല, അല്ലെ? അതിപ്പോ എക്സ്റ്റിന്റ് ആയി. അതുകൊണ്ട് നമുക്ക് അതിന് പാലും വെള്ളവും തിരിച്ചെടുക്കാൻ പറ്റുമോ? അതൊന്നും നമുക്കിപ്പോ അറിയില്ല. പക്ഷെ ഈ ഹംസത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ് ബ്രഹ്മാവും സരസ്വതി ദേവിയും. എന്താ സിംബോളിക് ആയിട്ട് ഇത് കാണിക്കുകയാണ്. ഹംസത്തിന്റെ പുറത്താണ്, അല്ലെ? ഹംസവാഹനമാണ് അവർക്കുള്ളത്. ബ്രഹ്മാവ്, ഈ ബ്രഹ്മങ്ങളെ സൃഷ്ടിക്കുന്ന ആള്. സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അല്ലെ? ജ്ഞാനം ഒഴുകുന്ന സരസിലെ ജ്ഞാന ഗംഗയാണ് സരസ്വതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ജഗത്ത് എന്നാല് നന്മയും തിന്മയും ചേർന്നിരിക്കുന്നതാണ്. ബുദ്ധിയുള്ള മനുഷ്യര് ഏത് തിന്മ ഏത് നന്മ എന്ന് തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് നമ്മള് അത് ഉൾക്കൊണ്ട് ജീവിക്കണം. അതായത് അസുരന്മാരും ദേവന്മാരും ഈ പ്രപഞ്ചത്തിൽ കാണും. അസുരന്മാരെന്നാല് അവരും വളരെ ബുദ്ധിശാലികളാണ്, അല്ലെ? അവര് ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഇപ്പൊ കൈലാസ പ്രാന്തത്തിൽ വന്ന രാവണൻ സാമവേദം പാടുന്ന കേട്ട എല്ലാവരും ഉരുകി അത് കേട്ടു നിൽക്കുന്ന പറയണത്. എല്ലാ ദിവസവും പറ്റുന്ന ഭയങ്കര ഉയർന്ന ശിവഭക്തനാണ് രാവണൻ, ഇല്ലേ? സാമവേദം മുഴുവനും കാണാതെ അറിയാം. വളരെ ഭംഗിയായിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ അറിയുന്ന ആളാണ് രാവണൻ. വീണ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വീണ വായിക്കുന്നത് കേട്ടാല് ഗന്ധർവന്മാര് വരെ പകച്ചു നിൽക്കുന്ന പറയുന്നത്. അത്ര മനോഹരമായിട്ട് വീണ വായിക്കും. ഇത്രയും കഴിവുള്ള ആളാണ്. കൈലാസത്തിൽ വന്നിട്ടാണ് അദ്ദേഹം സാമവേദം പാടി ശിവനെ ഉണർത്തുന്നത്. അപ്പൊ എല്ലാ ജ്ഞാനവും തികഞ്ഞ ആളാണ് രാവണൻ. എന്തുകൊണ്ടാണ് രാവണന് തെറ്റ് മനസ്സിലാകാത്തത്? അപ്പോ നമ്മൾ ഈ ഒരു പരദാരത്തെ ശ്രീരാമന്റെ ഭാര്യയെ കട്ടുകൊണ്ട് വന്നാൽ സർവനാശമാണെന്നുള്ള ബുദ്ധി പ്രവർത്തിക്കാത്തതിന് കാരണം എന്താ? ഈ ഹംസം, അതായത് നിത്യാനിത്യ വിവേകം, വിവേകം നിത്യവും അനിത്യവും മാത്രമല്ല, ശരി തെറ്റ്, ഈ ഹംസം അവിടെ പ്രവർത്തനം ചെയ്തില്ല, അല്ലെ? കാരണം ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ വേണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഒരാള് പറഞ്ഞതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാമോ? അല്ലെ? ഒരാള് പറയുന്ന എല്ലാം കണ്ണടച്ച് വിഴുങ്ങാമോ? എന്റെ നിലനിൽപ്പിന് എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. എല്ലാ എന്താ പറയാ ഗീതയിൽ പോലും ഒരുവിധമുള്ള എല്ലാത്തിലും ക്ഷമാപണത്തിലും എല്ലാം പറയുന്നുണ്ട്. എന്താണ്? ഭവാനി അഷ്ടകത്തിൽ പറയുന്നുണ്ട്, ഞാനിതൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്ത് വേണം? നിന്റെ ബുദ്ധിയാകുന്ന മൂശയിലിട്ട് എന്ത് ശരി എന്ത് തെറ്റെന്ന് നീ നിശ്ചയിക്കണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളും ഇതാണ്, നമ്മൾ വേറൊരാൾ പറയുന്ന ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചാല് ഉറപ്പായിട്ടും നമ്മൾ കുഴിയിൽ പോകും. കാരണം പറയുന്ന ആള് ആരാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് എല്ലാവരെയും ഇന്ന് ഈ കലിയുഗത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെ? അച്ഛൻ അമ്മ ഗുരുവിനെ ഒഴിച്ച് ബാക്കി ഒരാളെയും നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അപ്പൊ എന്തുകൊണ്ട് രാവണന് ഇത്രയും അറിവുണ്ടായിട്ട് രാവണന്റെ ബുദ്ധിയിൽ ഈ ഹംസം തെളിഞ്ഞില്ല? എന്തുകൊണ്ട് രാവണന് തെറ്റും ശരിയും മനസ്സിലായില്ല? ഇതാണ് അവിടുത്തെ ചോദ്യം. എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് സർവനാശം വരില്ലായിരുന്നു. ഇത്രയും ഐശ്വര്യമുള്ള ഇത്രയും അറിവുള്ള രാവണൻ, ആ ലങ്കയിൽ താമസിച്ച രാവണൻ, എന്തുകൊണ്ട് രാമന്റെ ഭാര്യയായിരിക്കുന്ന ഒരു അന്യ ആളിന്റെ ഭാര്യയെ കട്ടുകൊണ്ടുവന്ന് തന്റെ രാജ്യത്ത് വെക്കാൻ തോന്നി? നല്ല മനോഹര സീതയെ പോലെ പഞ്ചകന്യകളിൽ ഒരാളാണ് മണ്ഡോദരി, അല്ലെ? സീതയെ പോലെ സൗന്ദര്യവതിയാണ്. അപ്പൊ എന്താണ് അവിടെ വന്നത്? അല്ലെ? ഒരു ചെറിയ പാകപ്പഴ. ആ പാകപ്പഴ എവിടെ എത്തിച്ചു? ഒരു അഹങ്കാരം, ഇല്ലേ? ആ ഒരു എന്താ പറയാ തന്റെ കർമ്മങ്ങൾ ശരിയാണെന്ന് സ്വയം വിലയിരുത്തി ഈശ്വരനെ അവിടെ കണ്ടില്ല. ശിവപൂജയ്ക്കെല്ലാം ശിവപൂജയ്ക്കൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പൂജ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പൂജയൊക്കെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് അതിശയം തോന്നും. അത്ര ഉയർന്ന ശിവഭക്തൻ. അപ്പൊ ഭക്തി എന്നതും വിവേകം എന്നതും രണ്ടും രണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഹംസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ പഠിത്തം അല്ലെങ്കിൽ അറിവ് എന്നുള്ളത് വിഷയങ്ങളെ അറിയുന്നതിലല്ല, ഏതിലും നമ്മളെ എന്താ പറയാ നന്മയെ എടുത്ത് തിന്മയെ വിടുന്നതാണ് ശരിക്കുള്ള അറിവ് എന്ന് പറയുന്നത്. അല്ലാതെ കുറെ ഡിഗ്രികൾ ഉണ്ടെന്നോ PhD ഉണ്ടെന്നോ ഡോക്ടറേറ്റ് ഉണ്ടെന്നോ ഇദ്ദേഹം വലിയ ആളാണെന്നോ ഒന്നും പറഞ്ഞിട്ട് ആരും ഈ പ്രപഞ്ചത്തിൽ വലുതുമല്ല ചെറുതുമല്ല. എവിടെ നമ്മൾ നന്മ ശരി തെറ്റുകള് ആ ഒരു നിർണയിക്കാനുള്ള കഴിവ് തന്നെയാണ് ഈ ഹംസം. തന്നെ സദാ ചിന്തിക്കുന്ന ഭക്തന്റെ മാനസ സരോവരത്തില് ഇരുന്ന് അവരുടെ സ്നേഹം മാത്രം എടുത്ത് അവരെ കൊണ്ട് നന്മ മാത്രം ചെയ്യിച്ച്, തന്റെ മക്കൾക്ക് ഒരു അമ്മ എപ്പോഴും നല്ലതേ ചെയ്യൂ, അല്ലെ? ഒരു ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കണം, മഹാവിദ്യ,
അല്ലെ? സ്വരൂപമായിരിക്കണം അമ്മ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്താ സ്നേഹത്തോടെ നമ്മളെ അനുനയിപ്പിച്ച് ആ തെറ്റുകുറ്റങ്ങൾ, തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കി ആ നന്മ മാത്രം എടുക്കാൻ പ്രേരിപ്പിക്കുന്നവളാണ് ദേവി. അപ്പൊ അത് എങ്ങനെ അത് വേണം? നമ്മുടെ മാനസം ഒരു സരസാക്കണം, ഇല്ലേ? ഒരു ഭക്തമാനസം ഒരു നല്ല മാനസരോവരമാക്കിയെങ്കിൽ മാത്രമേ അമ്മ അവിടെ ഇരിക്കുള്ളൂ. അപ്പോ ആ ഒരു അമ്മയുടെ സ്നേഹം, അപ്പൊ ആ പാല് വേർതിരിച്ചെടുത്ത് അവരുടെ മറ്റു ദോഷങ്ങൾ ഒന്നും എടുക്കുന്നില്ല എന്നർത്ഥം. അമ്മ ഇരുന്നു കഴിഞ്ഞാൽ എന്താ? നമ്മള് ചെയ്ത തെറ്റുകളെല്ലാം അമ്മ ക്ഷമിക്കും. അമ്മയെ അവിടെ ഇരുത്തണം, 24 മണിക്കൂറും അമ്മയെ പൂജ ചെയ്യണം. അപ്പൊ പാലെന്ന് പറഞ്ഞാൽ എന്താ? അമ്മയോടുള്ള അകൈതവമായിരിക്കണം, ടോട്ടലായിരിക്കണം ശരണാഗതി. ആ സ്നേഹത്തിന്റെ പാല് മാത്രമേ അമ്മ എടുക്കൂ. നമ്മുടെ കുട്ടികൾ എന്തൊക്കെ തെറ്റ് കാണിച്ചാലും അമ്മമാരെന്താ ചെയ്യുന്നത്? സാരയില്ല, അല്ലെ? അവനവന്റെ പുത്രൻ, മകനോ മകളോ ആവുമ്പോ എന്താ പറയാ? നമ്മൾ എപ്പോഴും കമ്പാരിസൺ, ഉടനെ വേറൊരാൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു അറ്റാച്ച്മെന്റ് അവിടെ കാണും. സാരയില്ല, പോട്ടെ, നമുക്ക് ഒരവസരം കൂടെ കൊടുക്കാം എന്ന് അമ്മ പറയും, വേറൊരാൾ പറയില്ല. കാരണം വേറൊരാൾക്ക് അത്രയും ദുഃഖങ്ങൾ ഒരു വരുത്തിയതായിരിക്കും ഈ കുട്ടി, ഇല്ലേ? പക്ഷെ അമ്മയുടെ മുമ്പിൽ വരുമ്പോ അമ്മ എന്താ പറയണത്? സാരമില്ല, നിങ്ങൾ ഒരു ചാൻസ് കൂടെ കൊടുക്കൂ നന്നാവാൻ. ഇത് തന്നെയാണ് നമ്മുടെ ജഗദംബിക. എത്ര അമ്മയുടെ മുമ്പിൽ ഇരുന്ന് എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കണു, എത്രയൊക്കെ നമ്മള് അമ്മയുടെ മുമ്പിൽ അഭിനയിക്കണു, അല്ലെ? എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കണം. നമ്മുടെ ശ്രീചക്രമൊക്കെ വെച്ച് പൂജിച്ചിട്ട് കൂടെ നമുക്ക് മനസ്സിൽ മാറ്റം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവര് അമ്മ എന്ത് ചെയ്യും? ആ സ്നേഹമാകുന്ന പാൽ അവർക്ക് കൊടുക്കില്ല. കാരണം അമ്മയ്ക്ക് അവരുടെ തെറ്റുകൾ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മള് വിവേകപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അമ്മയ്ക്ക് സറണ്ടർ ചെയ്ത ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഗുരുപരമ്പരയെ ഒന്നും നിന്ദിക്കാൻ അവർ ജന്മം പറ്റില്ല അവർക്ക്. അപ്പൊ നമ്മൾ അമ്മയെ മന്ത്രമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് അമ്മയോട് ചെയ്യുന്ന ഓരോ തെറ്റ്, ഗുരുവിനോടോ അല്ലെ ഗുരുപരമ്പരയോട് ചെയ്യുന്ന തെറ്റുകളെല്ലാം തന്നെ ഈശ്വരനോട് ചെയ്യുന്ന തെറ്റായിട്ട് മനസ്സിലാക്കണം, അല്ലേ? എന്താണ് ഗുരുപരമ്പരയെ നിന്ദിച്ചാൽ കിട്ടുന്ന? കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ദേവി ഉപാസനയില് നമ്മൾ പരമ്പരയിലൂടെ മന്ത്രജപം സ്വീകരിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ വളരെ പ്രാധാന്യമാണ് ഇതെല്ലാം തന്നെ. കാരണം ദേവി എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ ജീവിതത്തില്. ഒരു ഒരു എന്താ പറയാ, ഒരു ഗുരുകുലത്തിൽ പഠിച്ചിരുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹം എപ്പോഴും, ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം നല്ല മിടുക്കരായിരുന്നു, ഇദ്ദേഹം കുറച്ച് മന്ത്രങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. അപ്പൊ ഗുരു ഏത് നേരവും ഈ ശിഷ്യനെ വഴക്ക് പറയും എല്ലാത്തിനും. കാരണം എന്തുകൊണ്ട് നീ പഠിച്ചില്ല, എന്താണ്, വീട്ടിലെ എല്ലാ ജോലിയും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഒന്നും പറഞ്ഞു കൊടുക്കൂല. ബാക്കിയുള്ളവർക്കൊക്കെ മന്ത്രങ്ങൾ മുമ്പോട്ടുള്ള പോകാനുള്ള കൊടുക്കുമ്പോ ഇദ്ദേഹത്തിന് കൊടുക്കില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഓരോ 2 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷമായി. അവസാനം ഇയാൾക്ക് മടുത്തു. ഇനി എനിക്ക് ഒരു മന്ത്രവും കിട്ടില്ല, എന്നെ ഇവിടെ ജോലി ചെയ്യാൻ വെറും ഒരു വേലക്കാരനായിട്ട് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖം ഉണ്ടായി. അദ്ദേഹം കുറെ ദിവസം ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടുന്ന് പോയാൽ എനിക്ക് ഒരിടത്ത്, ഇത്രയും കാലം ഞാൻ ഇവിടെ കഴിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, ഇനി പോയിട്ട് എന്ത് ചെയ്യാ, ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. ഈ ഗുരുവിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം ഇദ്ദേഹം ഇത്രയും പാർഷ്യാലിറ്റി കാണിക്കുകയാണല്ലോ, എനിക്ക് മാത്രം, ഇവിടെ വന്നവരെല്ലാം പഠിച്ചു പോയി പലരും, എന്നെ കൊണ്ട് മാത്രം ഇത്രയും ജോലി ചെയ്യിപ്പിക്കുന്നു, എനിക്ക് എന്നിട്ട് ഒന്നും തരുന്നുമില്ല എന്ന് വിചാരിച്ചു. ഒരു ദിവസം രാത്രി വിചാരിച്ചു, അദ്ദേഹം ഗുരു കിടന്ന് ഉറങ്ങുന്നതിന്റെ തട്ടിൻ പുറത്ത് കയറി ഇരിക്കുകയാണ്. കാരണം എന്താ പറയാ, വലിയൊരു കല്ല് കയ്യിലെടുത്തിട്ട് രാത്രി ഇദ്ദേഹം ഉറങ്ങുമ്പോൾ ഈ കല്ല് ഗുരുവിന്റെ തലയിലിട്ട് അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇദ്ദേഹം തട്ടിൻ പുറത്ത് കയറിയത്. കയറി അവിടെ ഇരിക്കുകയാണ് സന്ധ്യയായപ്പോഴേ. ഇപ്പൊ രാത്രിയായി, ഗുരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു. ഗുരുപത്നി, ഗുരുവമ്മയും കൂടെ ഉണ്ട്. അവര് തമ്മിലുള്ള സംസാരമാണ്. അപ്പം ഗുരുവമ്മ ചോദിക്കണം, എന്താണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ശിഷ്യൻ, അദ്ദേഹം എത്ര നല്ലതായിട്ട് എത്ര വർഷമായി വന്നു ഇവിടെ ജോലി ചെയ്യണു, ഒരു പരാതി പറയാറില്ല, ഒരു പരിഭവങ്ങളില്ല. അപ്പോ എല്ലാ ജോലിയും ചെയ്യണു, എല്ലാവരും പലരും വന്ന് പഠിച്ചു പോയി, ഇദ്ദേഹത്തിന് മാത്രം നമ്മൾ മുമ്പിലോട്ട് പോകാനുള്ള മന്ത്രങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, എന്താണ് കാരണം? അങ്ങ് ഇങ്ങനെ ചെയ്യാമോ? അങ്ങയുടെ എല്ലാ ശിഷ്യയിലും പോലെ ഒരാളല്ലേ ഇദ്ദേഹവും, എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോ ഗുരു പറഞ്ഞു, നീ അതിൽ വിഷമിക്കരുത്. കാരണം എനിക്കും വിഷമമുണ്ട് ഇങ്ങനെ അവനോട് പെരുമാറുന്നതില്. കാരണം അവന്റെ പൂർവ്വജന്മാർജിത കർമ്മം നിനക്കറിയില്ല. വളരെ ഘോരമായിട്ടുള്ള 2 പാതകങ്ങൾ ചെയ്തിട്ടാണ് ഈ ജന്മത്തിൽ വന്നത്. അവൻ ഉയർന്ന ഉപാസകനായിരുന്നു. അവൻ കഴിഞ്ഞ ജന്മം അവൻ ഗുരുനിന്ദ ചെയ്തു. കാരണം ഗുരുവിനെ ശപിക്കുകയും ഗുരുവിന്റെ എന്തോ ഒരു സാധനം മോഷ്ടിക്കുകയും അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ വിരുദ്ധമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അവന് എൻ്റെ അടുത്ത് വന്നിട്ടും ആ പാപത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ 10 വർഷം അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത്. അല്ല, എനിക്ക് അവനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവന്റെ പാപം തീരാതെ ഞാൻ അവന് അടുത്ത മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്റെ നാശത്തിൽ കലാശിക്കും. അവൻ ആ മന്ത്രം ഉപകരിക്കില്ല. ഞാൻ ദേവതയുടെ നിന്ന ഏറ്റുവാങ്ങുകയും ചെയ്യും. കാരണം ദേവത മന്ത്രങ്ങളെല്ലാം തന്നെ ദേവതമാരാണ്.
ആ മനഃശുദ്ധി ഇല്ലാതെ ചെയ്ത കർമ്മത്തിന്റെ പാപഫലം അനുഭവിക്കാനാണ് അവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദുഃഖിക്കുന്നത് ഇവിടെ വന്ന്. കാരണം എനിക്കറിയാം അത് ഇനി 4 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അവന്റെ ഈ ക്ലേശങ്ങൾ അവസാനിക്കാൻ. അത് കഴിഞ്ഞ് അവന് ഞാൻ പൂർണ്ണ ദീക്ഷ കൊടുത്ത് അവനെ ഏറ്റവും ഉയർന്ന എന്റെ ശിഷ്യനാക്കി മാറ്റും, നീ വിഷമിക്കണ്ട എന്ന് പറയാണ്. ഇത് മുകളിലിരുന്ന് കേട്ട ശിഷ്യൻ തന്നെ ആ കയ്യിൽ നിന്ന് കല്ല് താഴെ വെച്ചു. അദ്ദേഹം പൊട്ടി പൊട്ടി അവിടെ ഇരുന്ന് കരയാണ്. എന്ത് ചെയ്യും? അപ്പോ ആ ഗുരുവിനോട് ഒന്നും പറയാൻ നിവർത്തിയില്ല. തന്റെ കർമ്മങ്ങളാണ് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യൻ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. പിറ്റേ ദിവസം രാവിലെ താൻ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഗുരുവിനെ പോയി സാഷ്ടാംഗം നമസ്കരിച്ചു. ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങ് എനിക്ക് ഉത്തരം തരുമോ? തീർച്ചയായിട്ടും ചോദിക്കൂ എന്ന് പറഞ്ഞു ഗുരു. എന്താണ് ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ശിഷ്യന്റെ ആ പാപപരിഹാരം എന്ന് ചോദിച്ചു. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ, ഇദ്ദേഹത്തിനാണെന്നൊന്നും പറഞ്ഞില്ല, ഗുരുവിന് അറിയില്ല ആരാണെന്ന്. അപ്പോഴ് പറഞ്ഞു, സാധാരണഗതിയിൽ ഗുരുവിനെ വധിക്കാൻ ശ്രമിച്ച ശിഷ്യന്റേത് ഉമിത്തിയിൽ നീരുക എന്നുള്ളതാണ്. ഉമിത്തി എന്ന് പറഞ്ഞാല് തന്റെ ഹൃദയഭാഗം വരെ നെല്ല് കൂട്ടിയിട്ടിട്ട് ഇല്ലെ ഉമി കൂട്ടിയിട്ടിട്ട് അതിനകത്ത് അടിയിൽ തീയിട്ടിട്ട് അവിടെ നിന്ന് തന്റെ ചെയ്ത പാപങ്ങൾ. കാരണം എല്ലാ ശിക്ഷയ്ക്കും നമുക്ക് പരിഹാരമുണ്ട്. മാതൃശാപവും ഗുരുശാപവും ഒരിക്കലും നമുക്ക് പരിഹാരമില്ലാത്തതാണെന്ന് അറിയുക. അപ്പൊ അതാണ് അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല, തിരിച്ചുപോയി പിറ്റേ ദിവസം അന്ന് വൈകിട്ട് വലിയ എന്താ പറയാ ഇദ്ദേഹത്തിന് നിൽക്കാൻ പാകത്തിന് ഉമി കൂട്ടി അതിനെ രാത്രി തന്നെ അതിന്റെ അകത്ത് കയറി നിന്നു. അതിൽ ഉമിത്തിയില് താഴെ തീയിട്ടു. രാവിലെ എന്താ പറയാ ഗുരു നോക്കുമ്പോ എന്നാണോ ഇദ്ദേഹത്തിന് പൂർണ്ണ ദീക്ഷ കൊടുക്കാൻ ഇദ്ദേഹം വിചാരിച്ചിരുന്നത്, ആ ദിവസം രാവിലെ നോക്കിയപ്പോ ആ പകുതിയോളം വെന്തു. താഴെ നിന്നെല്ലാം തീ പിടിച്ചു തുടങ്ങി. ഇദ്ദേഹം ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിൽ നിന്ന് വരുന്നില്ല. കാരണം സത്യത്തെ മനസ്സിലാക്കി, താൻ ചെയ്ത കർമ്മങ്ങളാണ് തന്റെ ഗുരു തന്നോട് ചെയ്തതെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം 30 ശ്ലോകങ്ങളാണ് ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുണ്ടാക്കിയത്. വളരെ വളരെ വിശേഷപ്പെട്ട 30 ശ്ലോകങ്ങൾ. തന്നെ അറിഞ്ഞ് തന്റെ കർമ്മങ്ങളെ ഇല്ലാതാക്കിയ ഗുരു എന്ന് പറഞ്ഞിട്ടാണ് ആ 30 ശ്ലോകങ്ങളും അവസാനിക്കുമ്പോൾ ഗുരുപാദുക നമസ്കാരം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 30 ശ്ലോകം ഇപ്പൊ ഗുരു കണ്ടു, ഗുരുവിന് മനസ്സിലായി എന്താണ് കാര്യം എന്നെല്ലാം മനസ്സിലായി. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. കാരണം ഈ ജന്മത്തിൽ തന്നെ മോക്ഷമാണ് ഇദ്ദേഹത്തിന്. തന്റെ കർമ്മം അവിടെ തീർക്കുകയാണ്. അദ്ദേഹം ആ 30ാമത്തെ ശ്ലോകം എത്തിയപ്പോ ഉമിത്തി തന്റെ ഹൃദയഭാഗത്തെത്തുകയും അവസാനം ഗുരുവിന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ആ അദ്ദേഹത്തിന്റെ ജീവൻ ആ ദേവിയിൽ ലയിക്കുകയാണ്. ഇതാണ് നമുക്ക് എന്താ പറയാ, ഒരു ദേവി അവിടെ വന്ന് ഒന്നും ഇടപെട്ടില്ല. എന്താ കാര്യം? തന്റെ മകനാണ് അല്ലെ, ദേവിയെ ഉപാസിച്ച ആളാണെന്നൊന്നും പറഞ്ഞ് അവിടെ വന്നില്ല. കർമ്മഫലങ്ങള് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ട് കർമ്മങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. വളരെ ശ്രദ്ധിച്ച്. ദേവി ദീക്ഷ എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. നമ്മൾ പറയും റേസേഴ്സ് എഡ്ജ് എന്നൊക്കെ പറയും. ഉപാസന, ശ്രീവിദ്യ ഉപാസന വളരെ മൂർച്ചയുള്ള കത്തിയുടെ പുറത്തൂടെയുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഒരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാല് ആ വീഴ്ച നമ്മൾ കുറച്ചുപേര് പ്രേരിപ്പിക്കാൻ കാണും, കുറച്ചുപേര് നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കാണും, കുറച്ചുപേര് നമ്മളെ താഴെ ഇടാനും കാണും. അല്ലെ, മന്ത്രം കിട്ടിക്കഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞാൽ 7 ജന്മം താഴോട്ട് പോയി വീണ്ടും നമുക്ക് ആ ഒരു മൃഗതുല്യമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വീണ്ടും മേളിലേക്ക് വരണം. പുണ്യങ്ങളെല്ലാം അവിടെ ഇരിക്കുകയുള്ളൂ. പുണ്യങ്ങൾ അപ്പൊ വരില്ല കൂടെ. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് ആ പുണ്യങ്ങൾ അനുഭവിക്കാൻ പറ്റും എന്നല്ലാതെ പാപങ്ങൾ തന്നെ ആദ്യം അനുഭവിച്ചു തീരണം. അതാണ് ദേവി ജഗന്മാത നമുക്ക് കൊടുക്കുന്ന ശിക്ഷ. ഇത് അമ്മ കൊടുക്കുന്നതല്ല, പ്രകൃതി. അമ്മ 13 പേരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അവര് കൊടുക്കുന്ന ശിക്ഷ അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു ഹംസം എന്ന് പറയുന്ന ആ ഒരു വിവേക ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദേവി എന്ന് പറഞ്ഞാല് അമ്മയെ നമ്മുടെ ഉള്ളിൽ ഇരുത്തിയാല് അമ്മ തന്നെ ഇത് ചെയ്തോളും നമ്മളെ കൊണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇരുത്തണം, കുപ്പകളൊക്കെ മാറ്റണം ഹൃദയത്തില്. എന്തുണ്ടെങ്കിലും ആ അഹങ്കാരം മാറ്റിവെച്ച് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാനും നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയാനും ക്ഷമിക്കാനും നമുക്ക് പറയാനുള്ള ഒരു കർമ്മം നമ്മുടെ ഭാഗത്തുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മളൊരു പരമ്പരയിലെ മന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കെട്ടപ്പെട്ടവരാണ് നമ്മൾ. അതിനോടുള്ള ഗുരു പരമ്പരയോടും ഗുരുക്കന്മാരോടും ഒക്കെ ഉള്ള ഒരു സ്നേഹം, അല്ലെ, അത് അവര് പറയുന്നത് ചെയ്യുക. നമ്മൾ അതിനേക്കാളും പ്രാധാന്യം നമ്മുടെ എന്താ പറയാ, അതിനേക്കാളും പ്രാധാന്യം എന്താ, നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്, അല്ലെ. അതെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ ഒരു കാലം നമ്മൾ ഇതിന് ഒരു തേർഡ് റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഉപാസനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കേണ്ടത് നമ്മൾ ചിന്തിക്കുക ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോ ദേവി നമ്മുടെ ഉള്ളിലിരുന്ന് അമ്മയെ പോലെ നമുക്ക് ആ പാലെന്ന് പറയുന്ന സ്നേഹം അമ്മ നമുക്ക് തരും. നമ്മളെ കൊണ്ട് ഇതെല്ലാം എന്താ പറയാ ചിന്തിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ ദേവി സഹായിക്കും. അപ്പൊ സുമേധസ് പറയുന്നു, രാവിലും പകലിലും കാണണം, അല്ലെ. രാത്രിയും പകലും നമുക്ക് ഈ ഒരു അറിവുണ്ടായിരിക്കണം. ഇരുട്ടിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക്?
നമുക്ക് രാത്രി ഇരുട്ടിലെ വെളിച്ചം അല്ലെ, അപ്പൊ ലൈറ്റ് ഇടുകയോ കയ്യിൽ ടോർച്ച് ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശം, ജ്ഞാനപ്രകാശം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓണായി കിടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ദേവി ഭക്തമാനസ ഹംസികയായിട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ ശിവപൂജ ചെയ്യുന്ന ഒരു മുനിക്ക് എന്താ, നമുക്ക് ആ കഥയും കൂടി ഇതിന്റെ കൂടെ അറിയേണ്ടതാണ്. കാരണം ശിവപൂജ ചെയ്യുന്ന ഒരു മുനിക്ക് ശിവപൂജ ചെയ്യാനായിട്ട് വണ്ടുകൾ പോലും സ്പർശിക്കാത്ത വിരിഞ്ഞ പൂക്കൾ വേണം. അപ്പൊ ചെറിയ വെളിച്ചം വന്നു തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ അതിരാവിലെ അവയെ പറിക്കണം. അപ്പൊ പൂവ് ചെടികൾക്ക് മുകളിലാണ് ഇരിക്കുന്നത് അല്ലെ, അതിനെ പറിക്കാൻ എന്താണ് ഉപായം? ഇരുട്ടിൽ കാണാൻ സാധിക്കണം അല്ലെ, മരത്തിൽ കറിയാനുള്ള കഴിവ് വേണം. ഇതൊക്കെ എന്താ പറയാ, ഒരൊറ്റ കാര്യമായിട്ടാണ് ശിവനോട് ഈ മുനി ആവശ്യപ്പെടുന്നത്. എത്രയോ വർഷം തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതാണ് ആവശ്യപ്പെടുന്നത്: എനിക്ക് അങ്ങയെ പൂജിക്കണം, എനിക്ക് രാത്രിയിൽ കാണാനുള്ള കാഴ്ച കിട്ടണം അല്ലെ, മരത്തിൽ കയറാൻ പുലിയുടെ പാദങ്ങൾ കിട്ടണം. അദ്ദേഹത്തിന്റെ പേരാണ് വിശ്വവിഖ്യാതനായിരിക്കുന്ന വ്യാഘ്രപാദ മഹർഷി അല്ലെ. അപ്പോ ആ ഒരു പുലിക്കാൽ മുനിവർ എന്നാ പറയുന്നത്, പുലിക്കാൽ മുനിവർ, വ്യാഘ്രപാദർ. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. കാരണം അവരെന്ത് ചോദിച്ചാലും ഈശ്വരന് വേണ്ടി ചെയ്യുന്നതിനാണ് ചോദിക്കുന്നത്. അപ്പൊ സുമേധസ് പറഞ്ഞ ഇരുളിലും വെളിച്ചത്തിലും കാഴ്ച വേണം അല്ലെ. എന്ന തത്വം എന്താണെന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഈ കോജാഗ്ര പൂർണിമ എന്ന് പറഞ്ഞ ഒരു ദിവസം, നവരാത്രി കഴിഞ്ഞിട്ട് ദീപാവലിക്ക് തൊട്ട് മുമ്പായിട്ട് വരും. കോജാഗ്രതി എന്നാണ് പേര്. അപ്പൊ ഈ തമിഴ്നാട്ടിലുള്ളവർക്ക് ഇതറിയാം, കോജാഗരി. ഈ ദിവസം രാത്രി മുഴുവനും വിളക്ക് വെച്ച് രാത്രിയിൽ കതകടയ്ക്കാതെ ഉറങ്ങാതെ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു വ്രതമുണ്ട്. ഈ പൗർണമി, ഇതൊരു പൗർണമി ദിവസമാണ്. ഈ പൗർണമിയുടെ വിശേഷം എന്താണെന്ന് പറഞ്ഞാല് മഹാലക്ഷ്മി ആയിരിക്കുന്ന പാർവതി അല്ലെങ്കിൽ പരാശക്തി അന്ന് രാത്രി തുറന്നു വച്ചിരിക്കുന്ന വാതിലിൽ കൂടെ ഉള്ളിൽ പ്രവേശിക്കുന്നതാണ് വിശ്വാസം. അപ്പൊ വെളിയിൽ ജാഗ്രത എന്ന് പറയും. കാരണം ജാഗ്രത ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നാണ് ദേവി ചോദിക്കുന്നത്, എന്നാണ് ദേവി നോക്കുന്നത്. ആരാണ് നമ്മള് ഉണർന്നിരുന്ന് ഈ പറഞ്ഞ അമ്മയ്ക്ക് ഉറങ്ങാതെ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ കാത്തിരിക്കുന്നത് അമ്മേ അല്ലെ, ഹു ഈസ് എവൈക്ക് എന്ന് ചോദിക്കുമ്പോ അമ്മ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാനാണ് സ്ത്രീകൾ ഉറങ്ങാതെ കാത്തിരിക്കുന്നത്. ആരൊക്കെ ഉറങ്ങാതിരിപ്പുണ്ട് അവരുടെ വീട്ടിൽ ഞാൻ വരും അല്ലെ. അപ്പൊ അങ്ങനെ വിളക്ക് കത്തിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുന്ന അമ്മയെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണത്. അപ്പൊ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നാൽ എന്താ എന്റെ അർത്ഥം? ഉണർന്നിരിക്കുന്നു എന്ന അർത്ഥം. അപ്പൊ എങ്കിലും ദേവി കയറി വരും, ഇല്ലെങ്കിൽ മഹാലക്ഷ്മി അടുത്ത വീട്ടിലേക്ക് പോകും എന്ന് വിശ്വാസം. എന്താണ് ഇതിന്റെ പൊരുളെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുക. എന്നാൽ ബാഹ്യമായിട്ടുള്ള ഉറക്കത്തെ അല്ല ഇവിടെ പറയുന്നത്. ചുറ്റും ഇരുട്ടായിട്ടിരുന്നാലും ആരുടെ മനസ്സിലാണോ ആ സ്നേഹം, ഭക്തി, നൈർമല്യം, വിശ്വാസം ഇതെല്ലാം ഉള്ളവര്, എന്താ പറയുക, നമ്മളിപ്പോ ഈ പുറത്തുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഏത് കാര്യത്തിനും സാധാരണ ആളുകൾ എടുക്കുക അല്ലെ. അപ്പോ നമ്മുടെ ഉള്ളില് ആ സ്നേഹമുള്ള മനസ്സ് എവിടെ ഇതൊക്കെ ഉണ്ടാവുക, ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകുക. ഭഗങ്ങളുള്ള ആളാണ് അല്ലെ. ആ ഐശ്വര്യം, വീരം, ശക്തി ഇതെല്ലാം ഉള്ളതാരാ? ഈശ്വരന്റെ ഗുണങ്ങളാണ് അല്ലെ. ഈശ്വരൻ ഉള്ളിലുള്ളവർക്ക് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അവരുടെ ഉള്ളിൽ ജ്ഞാനപ്രകാശമായിരിക്കുന്ന ദേവി ഉണ്ട് എന്നർത്ഥം. ആരിലാണോ ഈ ഗുണങ്ങളെല്ലാം നമ്മൾ കാണുന്നത് അവര് യഥാർത്ഥ ദേവി ഉപാസകനാണ് അല്ലെ ഉപാസകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് വേറൊരു ദേവി ഇരുന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരും. പക്ഷെ എല്ലാത്തിൽ നിന്നും കരകയറ്റാൻ അമ്മ കൂടെ, എങ്ങനെയാണോ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ കൈപിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ദേവി എല്ലാ വിഷമങ്ങളിലും നിന്ന് ആ സ്വന്തം മകനായിരിക്കുന്ന ഭക്തനെ അല്ലെ മകളായിരിക്കുന്ന ഭക്തയെ രക്ഷിക്കും. അപ്പോ ദേവി ജ്ഞാനപ്രകാശമായിട്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്ന് അർത്ഥം. അപ്പൊ ഇവയൊന്നും ഉണർന്നിരിക്കുന്നവര്, ഇവരെയാണ് നമ്മൾ ഉണർന്നിരിക്കുന്നവര്, ഉള്ളില് ഉണർന്നവര്. രാത്രി ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കണ്ണ് കാണുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള ഒന്നിനെയും കാണാൻ സാധിക്കില്ല അല്ലെ. കാരണം കണ്ണ് മാത്രം കണ്ടാൽ പോരാ, മറ്റു വസ്തുക്കളിൽ വെളിച്ചം വീഴണം. നമ്മുടെ കണ്ണ് കണ്ടാൽ മതി പോരാ, ഒരു മുറിയിൽ ലൈറ്റ് ഇട്ടെങ്കിലേ നമുക്ക് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര പോകുന്ന വഴിയാണെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചാ പോകുന്നത്. എന്താ കാര്യം? നമുക്ക് വഴി അറിയില്ല. നമ്മുടെ കണ്ണിന് പ്രകാശമുണ്ട്, പക്ഷെ ആ വസ്തുക്കളിൽ പ്രകാശം വീണിട്ടില്ല. അപ്പൊ ആ വസ്തുവോ പൊരുളോ വെളിച്ചത്തിൽ ഇരുന്ന ആ വെളിച്ചമായിരുന്ന മാത്രമേ സ്വയം പ്രകാശമായിട്ടുള്ള ഒരു പ്രകാശം നമ്മുടെ ഉള്ളില് പ്രവർത്തിക്കുള്ളൂ. ഈശ്വരൻ മാത്രമാണ് അല്ലെ സ്വയം പ്രകാശം. ബാക്കിയെല്ലാം എന്താ? റിഫ്ലക്ഷൻസ് മാത്രമാണ്. ബാക്കി ഒന്നും സ്വയം പ്രകാശമല്ല. ആ സ്വയം പ്രകാശ ശക്തിയാണ് നമ്മുടെ ഉള്ളില് ഈ ദേവിയായിട്ട് ഇരിക്കുന്നത്. ആ സ്വയം പ്രകാശ വസ്തുവാണ് അമ്പാളായിട്ട്, ആത്മജ്യോതിയായിട്ട്, ദേവിയായിട്ട് അല്ലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് ഇന്ദ്രിയങ്ങളിലൂടെ വെളിച്ചമായിട്ട് പുറത്തേക്ക്
പ്രവഹിക്കുന്നത്. നമ്മളെ തിരുവണ്ണാമലയെ കണ്ടതുപോലെ ആ കാണുന്ന കാർത്തിക ദീപം എന്താണ്? ശിവശക്തി ഐക്യരൂപമാണ് നമ്മുടെ ഉള്ളില്. ആ ജ്ഞാനപ്രകാശം. അവര് രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല. ഇവിടെ രണ്ടായിട്ട് ഒന്നുമില്ല. ലോകം മുഴുവനും ത്രിപുടിയാണ് അല്ലെ? എന്താ ശ്രീചക്രത്തിലെ ആദ്യത്തെ ത്രികോണം കാണിക്കുന്നത്? ബിന്ദുവാണ് ത്രികോണമായത്. ഒന്നായിരുന്ന ബിന്ദു, ആ ബിന്ദു എന്തായിട്ട് മാറി? ത്രിപുടിയായിട്ട് മാറി. എപ്പോഴാണോ ജന്മം ഉണ്ടാകുന്നത്? അപ്പൊ നീയ് അല്ലെ? ഞാനും നീയും തമ്മിലുള്ള ഒരു അറിവ്, അതിനെയാണ് നമ്മള് ദ നോവർ, ദ നോൺ ആൻഡ് ദ നോളജ് അല്ലെ? ജ്ഞാതൃജ്ഞേയങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും മൂന്നുണ്ട്. ഈ ത്രിപുടി നമ്മളെ ബന്ധിച്ചിരിക്കുക. ഈ ത്രിപുടി എന്നൊന്നില്ല. ത്രിപുടി മുടിയണം. ഈ ദീപം കത്തിയാൽ മാത്രമേ നമ്മുടെ ഉള്ളില് ആ ത്രിപുടി ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും തന്നെ ആത്മജ്യോതിയുടെ റിഫ്ലക്ഷൻസ് ആണ്. ആ പരംജ്യോതിയുടെ. അപ്പൊ അന്തർജ്യോതി, ബഹിർജ്യോതി. അപ്പൊ രണ്ടിടത്തും ഇരിക്കുന്ന ജ്യോതി എന്താ? ആത്മജ്യോതി പരമാണത്. ആ ഒരു വിളക്ക് എന്താ പറയാ, നമുക്ക് തീപ്പെട്ടി ഇല്ലാതെ, അഗ്നി ഇല്ലാതെ അല്ലെ, നാച്ചുറൽ ആയിട്ട് സ്വയമേ പ്രകാശിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു നാമരൂപങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന എല്ലാ ശരീരങ്ങളും എന്താണ്? വെറും റിഫ്ലക്ഷൻസ് ആണ്, ബിംബമല്ല, പ്രതിബിംബങ്ങളാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി നമ്മളിലുള്ള ആ ഈഗോ നമ്മുടെ നിന്ന് വിട്ടുപോകും. അപ്പോ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്ന ആ ഒരു 4 വരി നമ്മൾ സ്ഥിരം ജപിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ആത്മജ്യോതിയെ കാണാൻ പറ്റും. എന്താണ്? ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് അല്ലെ, ആത്മജ്യോതിയായിട്ട് പ്രകാശിക്കുന്ന, ഇന്ദ്രിയ വെളിച്ചമായിട്ട് കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ പ്രവഹിക്കുന്നത് ഈ മഹാശക്തിയാണ്. നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു കരണദ്വാര ബഹിർസ്പന്ദതേ. ഇത് വെറും എന്താണ്? ഒരു മഹാതത്വത്തെ 4 വരിയിൽ ഒരുക്കിയ ദക്ഷിണാമൂർത്തി അല്ലെ? ദക്ഷിണാഭാഗത്ത് അമൂർത്തിയായിട്ടിരിക്കുന്ന, അമൂർത്തമായിരിക്കുന്ന ആ ഭഗവാൻ നമുക്ക് തരുന്ന ജ്ഞാനം ഇതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട്. ചിന്മുദ്ര കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഇല്ലേ? വടവൃക്ഷത്തിന്, നമ്മുടെയും ശിരസ് എന്ന് പറയുന്ന വടവൃക്ഷമാണ് അല്ലെ? ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. നമ്മുടെ ശിരസിൽ നിന്നാണ് എല്ലാ നാഡീഞരമ്പുകളും താഴേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ശിരസാണ് ഏറ്റവും പ്രധാനം. ഉത്തമാംഗം എന്ന് പറയുന്നത് ശിരസാണ്. എല്ലാ അറിവും അവിടെയാണ്. ശിവൻ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുന്ന അറിവാണ്. അദ്ദേഹം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ കുടത്തിനകത്ത്, നവദ്വാരമാകുന്ന കുടത്തിനകത്ത് ജ്ഞാനമാകുന്ന പ്രകാശം പരത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ മൂക്കും ഒക്കെ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ കാണുന്നത്, പുറത്തിരിക്കുന്നതെല്ലാം അല്ലെ? അപ്പൊ ഈ ത്വമേവ ഭാന്തം അനുഭാതി സർവം അല്ലെ? അന്തർജ്യോതി, ബഹിർജ്യോതി, ആത്മജ്യോതി, പരാപര. ഇതെല്ലാം എന്തിനെയാ കാണിക്കുന്നത്? ഉള്ളിലെ പ്രകാശം. ആ പ്രകാശത്തിന്റെ ചൂടും വെളിച്ചവുമാണ് നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ശരീരം ചൂടായിട്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നത് എല്ലാം എന്തുകൊണ്ടാ? ഈ ആത്മജ്യോതി, ഈ ആത്മാവെന്ന് പറയുന്ന ആ പ്രകാശ സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബിക നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ വെളിച്ചമില്ലെങ്കിൽ പുറത്തെ ഇരുട്ടിനെ പറ്റി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ആ വെളിച്ചം ഇരുന്നാലോ എല്ലാ വെളിച്ചത്തെയും നമുക്ക് കാണാൻ, അതായത് ആ രൂപമായിട്ട് കാണാൻ കഴിവുള്ള ആളാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇല്ലേ നമുക്ക് കാണാൻ പറ്റുമോ പുറത്തെന്തെങ്കിലും? ഒന്നും കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത് ഇല്ലേ? കണ്ണിനെ മറയ്ക്കും അത്. കാട്രാക്ട് വളർന്ന് വളർന്ന് എന്താ, നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലാവും. അതിനെ മാറ്റണം. നമ്മുടെ അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ. ഗുരു വരുമ്പോ പറഞ്ഞു തരണു, കുഞ്ഞെ ഇത് മാറ്റൂ അല്ലെ? ആത്മജ്ഞാനമാകുന്ന ആ അറിവ് കൊണ്ട് നിന്റെ ഈ തിമിരത്തെ നീ മാറ്റിയാൽ നിനക്ക് എല്ലാം പ്രകാശമയമായിട്ട് കാണാൻ പറ്റും. ഈ ലോകം എന്ന് പറയുന്നത് എന്താ? എല്ലാം വെളിച്ചമാണ് ഇല്ലേ? ആ വെളിച്ചത്തില് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കണ്ടാല് ആ ഒരു മാലയിൽ കോർത്ത മുത്തുക്കളെ പോലെ, ആരോടും വിദ്വേഷമില്ല, പരിഭവമില്ല, മുകളിലല്ല താഴെയില്ല, എല്ലാവരും ഒരുപോലെ ആ ഒരു നൂലായിട്ട്, അന്യമായിട്ട് ഒന്നുമില്ലാതെ ആ പലതായിട്ട് കാണുന്നതെല്ലാം ഏകമായിരിക്കുന്ന ഈശ്വരനില് ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവരോടും പരസ്പര സ്നേഹത്തോടെ ഇരിക്കുന്നതാണ് ഈ ജഗദംബികയ്ക്ക് ഏറ്റവും ഇഷ്ടം. അവരുടെ മനസ്സിലാണ് അമ്മ ഹംസികയായിട്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ അമ്മ വരും. അവർക്ക് തെറ്റുകുറ്റങ്ങൾ വന്നാൽ അമ്മ ക്ഷമിക്കും. അവരുടെ സ്നേഹം മാത്രം അമ്മ പാലായിട്ട് സ്വീകരിക്കും അല്ലെ? അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ച അമ്മ ക്ഷമിക്കും. കാരണം എന്താ? അവർക്ക് ചില സമയങ്ങളിലെ തെറ്റ് സംഭവിക്കാറുള്ളൂ അല്ലെ? അതില് അമ്മ അവിടെ കൂടെ നിന്ന് അവരെ രക്ഷിക്കും. അതുകൊണ്ടാണ് ഈ ജാഗ്രത എന്നുള്ള ഈ ഒരു വർഷത്തിൽ ഒരിക്കൽ അവർ ഉണർന്നിരിക്കുന്നത്. കാരണം ആർക്കാണ് ജാഗ്രതയുള്ളത്? ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജഗത്തിൽ വന്നിരിക്കുന്നതാണ് ജാഗ്രത.
ഈ ജഗത്തിൽ വന്നു. നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിൽ ഓരോ നിമിഷവും അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ് നമ്മുടെ ശരീരവും ജഗത്തും, അല്ലെ? ജായതേ, മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിൽ വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ജാഗ്രതയോട് ജീവിക്കുക. ഇതല്ലേ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ. കഠോപനിഷത്തിലെ വാക്കുകളാണത്. പ്രാപ്യ വരാൻ നിബോധത എന്ന് വിവേകാനന്ദ സ്വാമി നമുക്ക് പറഞ്ഞു തന്ന. കാരണം കേരളത്തിലെ ജനങ്ങളോട് പറയുക, ഈ ഭ്രാന്താലയമാകുന്ന ലോകത്ത് ജാതി, മതം, പല പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കരുതേ, നിങ്ങൾ ഉണരൂ. ആ സത്യത്തെ അറിയണവരെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അനുഷ്ഠാനങ്ങൾ ചെയ്തത് മനസ്സിലാക്കൂ എന്ന് പറയാണ്. ആരുടെ ഉള്ളിലാണോ ജഗദംബിക ആ ജ്ഞാന വെളിച്ചമുള്ളത്, അതെല്ലാം അവിടെ എല്ലാം അമ്മ വെളിച്ചമായിട്ടിരിക്കുന്നത് എല്ലാം തന്നെ അവിടെ ഇരുട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഇരുട്ടാണെങ്കിലും ഉണർന്നിരിക്കണു, അല്ലെ? ആ എത്ര പുറത്ത് ഇരുട്ട് വന്നാലും അവരെന്താ അകത്ത് ഉണർന്നവരാണ്. പുറത്ത് ആയിക്കോട്ടെ, നമ്മൾ അകത്ത് ഉണർന്നിരുന്നാൽ മാത്രം മതി. ഇത് നമ്മള് മനസ്സിലാക്കി തരുന്ന രണ്ട് സങ്കല്പങ്ങളുണ്ട്. ഒന്ന് ഈ തൃക്കടവൂർ ദേവീക്ഷേത്രം. നമ്മൾ അറിയാം ആരാണ് അദ്ദേഹം എന്ന്. കാരണം അദ്ദേഹത്തിന് വെളിയിൽ അമാവാസി കണ്ടില്ല, അറിഞ്ഞില്ല. കാരണം എന്താ? ഉള്ളില് സദാ പൗർണമിയാണ്. സദാ പൂർണ്ണചന്ദ്രനെ പോലെ ഇരിക്കുന്ന നമ്മുടെ ദേവിയുടെ ആ അമ്മയുടെ ഒരു തിരുമുഖം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നത്. അപ്പോ പ്രപഞ്ചത്തിൽ അമാവാസി ആയിരിക്കാം, അല്ലെ? രാജാവോ ജനങ്ങളോ അവർക്ക് പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നോ ഒന്നും ഇദ്ദേഹം അറിയണില്ല. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ പൗർണമി എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. അതിനുവേണ്ടി മരണദണ്ഡന അനുഭവിക്കാൻ പോലും തയ്യാറാണ് അദ്ദേഹം. ആ തന്റെ അറിവിന്റെ അപ്പോ തന്റെ ഉള്ളിലെ പൗർണമിയായിരിക്കുന്ന ജ്ഞാന വെളിച്ചമായിരിക്കുന്ന അഭിരാമി എന്ന് പറയുന്ന ആ ഒരു ദേവി ഉണ്ടെങ്കിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും, അകത്തും പുറത്തും. തന്റെ കുണ്ടലം വലിച്ചെറിഞ്ഞ അമാവാസി ദിവസം പൂർണ്ണചന്ദ്രനെ ഉദിപ്പിച്ചു ദേവി, അല്ലെ? തന്റെ ഭക്തന് വേണ്ടി മാത്രം. അതാണ് ജഗദംബിക, അതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യ ഭട്ടർ പിന്നെ എങ്ങനെ അറിയപ്പെട്ടു? അമ്മയുടെ തിരുനാമത്തിൽ അറിയപ്പെട്ടു, അല്ലെ? അഭിരാമി ഭട്ടർ എന്ന പേരില് ആണ് അദ്ദേഹം പിന്നെ ലോകം അറിഞ്ഞത്. ഇതിൽ പരം ഭാഗ്യം ഒരു ഭക്തൻ എന്താണ് വേണ്ടത്? തന്റെ പേരിൽ അമ്മ അറിയപ്പെടുക, അല്ലെ? അതിന് നമ്മൾ അനേക ജന്മത്തെ പുണ്യം സമ്പാദിക്കണം. ഈ പറയുന്ന അഴുക്കുകളെല്ലാം നമ്മുടെ ഒരു ശ്രീവിദ്യ ഉപാസകയാണെന്നോ ദേവിയെ ഉപാസിക്കുന്നോ ഒന്നിലും നമ്മൾ അഹങ്കാരം വെക്കേണ്ട കാര്യമില്ല. എത്രത്തോളം നമുക്ക് താഴാമോ അത്രത്തോളം നമ്മൾ താഴ്ന്നു പോവുക. കാരണം ഇത് ഒരു ഭാഗ്യമാണ്. കാരണം ഭക്തന് അമ്മ കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. വെളിയിൽ ഇരുട്ട് കണ്ടവർ അദ്ദേഹത്തിന്റെ ഉള്ളിലെ പൂർണ്ണ പ്രകാശം കണ്ടില്ല. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആരാ എന്താന്നുള്ളത്, അല്ലെ? പൂർണ്ണചന്ദ്രനായിട്ട് അമൃത് പൊഴിക്കുന്നവൾ, അതായത് താഴെ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി പ്രവാഹത്തെ അല്ലെ പ്രാണശക്തിയായിട്ട് ഉയർത്തി ആ സഹസ്രാരത്തില് സദാശിവനുമായിട്ട് ചേർക്കുമ്പോൾ അമൃത പ്രവാഹമായിട്ട് വർഷിക്കുന്ന കരുണാമയിയാണ്. സുധാസാരാഭിവർഷിണ്യേ നമ. ഈ ദേവി സദാ ഭക്തരുടെ ഹൃദയ സരസില് ഹംസികയായിട്ടിരിക്കാൻ നീന്തി തുടിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്കൊരു സ്ഥലം കൂടെ നോക്കാം. എവിടെയാണ്? കുരുക്ഷേത്രം, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീത ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? അർജുനൻ എന്ന് പറഞ്ഞാൽ പകുതി മാർക്കേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊണ്ടിരുന്നപ്പോ അതേ കാര്യങ്ങള് വേറൊരാളും കേട്ടോണ്ടിരുന്നു. ആരാണ്? സഞ്ജയൻ, അല്ലെ? ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ? ധൃതരാഷ്ട്ര രാജാവാണ്. തന്റെ രാജ്യത്തിൽ നടക്കുന്ന എല്ലാം അറിയണം അദ്ദേഹത്തിന്. വലിയ യുദ്ധം, തന്റെ മക്കളും തന്റെ സഹോദരന്റെ മക്കളായിരിക്കുന്ന പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അദ്ദേഹം അന്ധനാണ്, കാണാൻ പറ്റില്ല. വ്യാസഭഗവാൻ എന്ത് ചെയ്തു? ജ്ഞാനദൃഷ്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറയാണ്. കാരണം തനിക്ക് യുദ്ധരംഗങ്ങൾ കണ്ടാൽ സഹിക്കില്ല. തന്റെ മക്കൾക്ക് എന്തെങ്കിലും വരുമോ? എന്റേത്, എനിക്കുള്ളത്. ആ ബാഹ്യമായിരിക്കുന്ന കണ്ണിന്റെ അന്ധത മുഴുവനും ഉള്ളിൽ നിറച്ച രാജാവാണ് ധൃതരാഷ്ട്ര. അപ്പൊ കാണാം, യുദ്ധരംഗത്തെല്ലാം നേരിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്ക് കാണണ്ട, എന്റെ മക്കൾക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാണണ്ട. അപ്പൊ ബാക്കിയുള്ളവരുടെ ഒന്നും മക്കളല്ല, അല്ലെ? സ്വന്തം അനുജന്റെ മക്കളാണ് പാണ്ഡവര്. അവര് എന്താ പറയാ 5 ഗ്രാമം ചോദിച്ചു, 5 സെന്റ് സ്ഥലം ചോദിച്ചു, സൂചി കുത്താൻ ഒരു സ്ഥലമേ പിന്നെ അവർ ചോദിച്ചുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് വന്ന് ദൂത് പറഞ്ഞു. 1 ഇഞ്ച് സ്ഥലം പോലും തന്റെ സ്വന്തം സഹോദരന്റെ മക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ വാശി സ്വന്തം മകന് കൂട്ടുനിന്ന ആളാണ് അന്ധത ബാധിച്ച ധൃതരാഷ്ട്ര. അദ്ദേഹത്തിന്റെ കണ്ണിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സ്, എന്റെ മക്കള് എന്റേത് എന്നുള്ള ഒരു അന്ധത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്ന, യുദ്ധം നടക്കുന്നത് എവിടെയാണോ നമുക്ക് ഈ എന്റേത് എനിക്കുള്ളത് അവിടെ യുദ്ധം ഉറപ്പാണ്, അല്ലെ? ആർക്ക് വേണ്ടിയും ഒരു കോംപ്രമൈസ് ചെയ്യില്ല, ആർക്കും ഒന്നും കൊടുക്കില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്റേതല്ല, എല്ലാവരും വിഭജിച്ച് കഴിക്കണു, അല്ലെ? അതിന്റെ ഒരു പങ്ക് എനിക്കും കഴിക്കാം എന്ന് ആര് വിചാരിക്കുന്നു അവരാണ് ശരിക്കും പാണ്ഡവര്. അപ്പൊ ഈ യുദ്ധം എന്താ?
തെറ്റ് ആരുടെ ഭാഗത്താണ്? ധൃതരാഷ്ട്രക്ക് നന്നായിട്ട് അറിയാം കുറ്റങ്ങളെല്ലാം, ഈ ചെയ്തതെല്ലാം തന്നെ തെറ്റാണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ, അതാണ് ആസുരിക ഗുണം എന്ന് പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. യുദ്ധം കാണൂ, നിങ്ങൾ കാണൂ, നിങ്ങളുടെ അവിടെ എന്താ സംഭവിക്കുന്നത്, കുരുക്ഷേത്രത്തിൽ എന്താ കാണൂ എന്ന് പറഞ്ഞിട്ട് വ്യാസഭഗവാൻ പറയണു, അങ്ങക്ക് ഞങ്ങള് ജ്ഞാനദൃഷ്ടി തരാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് യുദ്ധരംഗങ്ങൾ കാണണ്ട, കേട്ടാൽ മതി എന്ന് പറഞ്ഞ പ്രകാരമാണ് സഞ്ജയൻ അത് കിട്ടുന്നത്. ചിലപ്പോ തന്റെ ഉള്ളിലെ ഇരുട്ട്, തന്റെ മക്കളോടുള്ള അമിത വാത്സല്യം കാരണം അധർമ്മങ്ങള് അദ്ദേഹം എന്താ പറയാ, അധർമ്മങ്ങൾക്ക് കൂട്ടുനിന്നത്, അതിന്റെ ശിക്ഷ എന്തായാലും വിജയമല്ല. ആ ഉള്ളിൽ ഒരു സത്യം അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ധൃതരാഷ്ട്രർക്ക് നേരിട്ട് കാണാനുള്ള ശക്തി അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ശക്തി ഇല്ലായിരുന്നു. കൃഷ്ണൻ ഉള്ളിടത്ത് ധർമ്മം വിജയിക്കുമെന്നറിയാം. ഈശ്വരൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമാണ് വിജയിക്കുക. അങ്ങനെ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്ന അതേ സമയത്ത് ഈ ജ്ഞാനമെല്ലാം തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗീത കേട്ടു, അർജുനന്റെ ഭയം മാറി, അകക്കണ്ണ് തുറന്നു. എന്നാലോ ബാഹ്യ കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രയുടെ അകക്കണ്ണ് എന്തുകൊണ്ട് തുറന്നില്ല? ഇതെല്ലാം 18 യോഗങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സാഖ്യയോഗത്തിൽ വീഴാത്ത ആരുമില്ല. സാഖ്യയോഗം തന്റെ ശരീരം, അല്ലെ, ആ ഒരു മൃണ്മയമായിരിക്കുന്ന ശരീരം, അപ്പൊ അത് വീണ്ടും വസ്ത്രങ്ങളെ പോലെ മാറ്റുന്ന ജീവൻ, അനേക ജന്മങ്ങളിലൂടെ ജീവന്റെ യാത്ര, എല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. മോക്ഷ സന്യാസ യോഗം ഉൾപ്പെടെ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇതെല്ലാം പറഞ്ഞ് 18ാമത്തെ എന്താ പറയാ യോഗം, 18ാമത്തെ അധ്യായത്തിൽ എത്തിയിട്ട് ഭഗവാൻ പറയണു, എല്ലാം ഞാൻ പറഞ്ഞു തന്നു, നിന്റെ ബുദ്ധിയിൽ നീ ആലോചിക്കൂ അർജുന, നീ വേണ്ടത് ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടും ധൃതരാഷ്ട്രക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് മനസ്സിലായില്ല? അദ്ദേഹം രാജാവായിരുന്നു, ഇല്ലേ? ഇപ്പൊ അന്ധനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലായിരുന്നു അന്ധത. അതുകൊണ്ടാണ് എത്ര പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളില് ഈ അറിവ് കയറണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ധൃതരാഷ്ട്ര അന്ധൻ എന്നത് ബാഹ്യദൃഷ്ടിയിൽ മാത്രം നമ്മൾ കാണുന്നതാണ്. ശരിക്കും അദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള അന്ധതയെക്കാളും ഏറ്റവും വലിയ ഭയാനകമായിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തന്നെ പതനത്തിന്, കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അറിയില്ല, ആ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഇല്ലാതായി പോയി. സത്യമേത് തെറ്റേത് എന്ന് പറഞ്ഞ്, ഇനി അഥവാ അറിഞ്ഞെങ്കിൽ തന്നെയും തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കുക ഏറ്റവും വലിയ കുറ്റമാണ്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കുക. കാരണം അത് പറയാനുള്ള തന്റെ ഇടയില്ല. അപ്പൊ അവിടെ എന്താ, തെറ്റ് ചെയ്തവന് 100% കുറ്റമാണെങ്കിൽ കൂട്ടുനിന്നവന് 75% കുറ്റവും ആ ആൾക്ക് വന്നു ചേരും. അപ്പൊ കാഴ്ചയില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ എന്താ, വ്യാസഭഗവാൻ ഉദ്ദേശിച്ചത് തന്റെ അകക്കണ്ണ് തുറക്കാത്തവൻ എന്നാണ്. അപ്പൊ എത്ര അറിവുണ്ടായിരുന്നിട്ടും തന്റെ മക്കൾക്ക് ഏറ്റവും വലിയ അധർമ്മമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും ആ ഒരു ബന്ധപാശങ്ങളെ മാത്രം മുൻനിർത്തി അതിൽ കെട്ടപ്പെട്ട് മനക്കണ്ണ് തുറക്കാത്ത എല്ലാവരും, അകത്തും പുറത്തും ഇരുട്ടുമായിട്ട് കഴിഞ്ഞ ആളാണ് ധൃതരാഷ്ട്രർ. എത്ര ധൃതരാഷ്ട്രന്മാരാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അല്ലെ? എന്റെ കുടുംബം, എന്റെ മക്കൾ എത്രത്തോളം കിട്ടിയിട്ട് മതിയാവാതെ വീണ്ടും പാവപ്പെട്ടവരുടെ ധനം വരെ നമ്മൾ എടുത്ത് നമുക്ക് വേണ്ടി സൂക്ഷിക്കണം, നമ്മുടെ കുടുംബത്തിന്, അല്ലെ? എത്ര തലമുറ നമുക്ക് ധനം സൂക്ഷിക്കാം. ഭിക്ഷുഗീത എന്ന് പറയുന്നു, ഭിക്ഷുഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ, എന്താണ്, എത്ര ധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും അത് അനുഭവിക്കാൻ ഒരു യോഗ്യത വേണം. നമ്മൾ എത്ര സാരികൾ മേടിച്ചു വെച്ചാലും, എത്ര ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അത് ഉടുക്കാനും അത് കഴിക്കാനും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ പറ്റില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത തലമുറ അത് വീണ്ടും ഏത് സാധനം നമ്മൾ വെച്ചിരുന്നാലും പഴയതാകും, ഇല്ലേ? കാലം എന്നൊന്നുണ്ട്. അതിനെ എന്താ പറയാ, മക്കൾ വന്നിട്ട് അതെല്ലാം എടുത്ത് ദൂരെ കളയും. നമ്മളോ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങളാ. അതേസമയം എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും ആ സന്തോഷം, കൊടുക്കുന്നതിലുള്ള സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടുമ്പോ കിട്ടില്ല. അപ്പോ ഈ മനക്കണ്ണ് തുറക്കാത്തത്, ശരിക്കും അകത്തും പുറത്തും ഇരുട്ട് ആയിട്ട് കഴിഞ്ഞ അതേപോലെയുള്ള ധൃതരാഷ്ട്രയെ പോലെയുള്ള അനേകം ആളുകളാണ് വീണ്ടും വീണ്ടും പുനർജന്മത്തിൽ വന്നു ചേരുന്നത്. കാരണം തന്റെ ബന്ധുമിത്രാദികളോടുള്ള പാശം, മക്കളോടുള്ള പാശം, അല്ലെ? അവർക്കെതിരെ യുദ്ധം ചെയ്യില്ല, അവരെ കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞ അർജുനൻ എന്ത് പറ്റി? അർജുനനായിരുന്നു അവരോട് സ്നേഹം, എന്നിട്ട് ഇത്രയൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അല്ലെ? ആ ഒരു അരക്കില്ലത്തിലിട്ട് കത്തിച്ചു. എന്നിട്ട് പോലും തന്റെ വലിയച്ഛൻ, തന്റെ എന്താ പറയാ ഗുരു എന്നൊക്കെ പറഞ്ഞ് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുകയാണ്. അർജുനനെ ഈ ഗീത കൊണ്ട് ആ അകത്തുണ്ടായിരുന്ന അന്ധകാരം ഭഗവാൻ മാറ്റി. എവിടെ ഭഗവാനുണ്ടോ ഉള്ളിലെ അന്ധകാരം മാറും. അപ്പോ ആ ഗീത ഉപദേശം കൊണ്ട് അർജുനൻ എന്ത് പറ്റി? അകക്കണ്ണ് തുറന്നു. ജ്ഞാന വെളിച്ചത്തില് തന്റെ വിഹിത കർമ്മങ്ങളെല്ലാം നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോ ഒളി എന്ന് പറയുന്ന എന്താ? വെളിച്ചത്ത് തരുന്നത് സാക്ഷാൽ ജഗദംബികയായിരിക്കുന്ന അമ്പാളാണ്. മഹാഭാരതത്തിലെ പാണ്ഡവർ വനവാസത്തിന് പുറപ്പെടുമ്പോൾ തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്. അമ്മ ഞങ്ങളുടെ യാത്രയ്ക്ക് തുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
തങ്ങളുടെ ആയുധങ്ങളെല്ലാം തന്നെ മരത്തിന്റെ മുകളിൽ വെച്ചപ്പോഴും ദേവിയോട് പറയണു, അമ്മ ഞങ്ങൾ ഇതാ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ അമ്മയല്ലാതെ ഒന്നുമില്ല എന്ന് അവർക്കറിയാം. പ്രപഞ്ചത്തിൽ ഓരോ തൂണിലും തുരുമ്പിലും അമ്മയുടെ സാന്നിധ്യമാണ്, ശക്തിയാണ്. അപ്പൊ അവിടെ മരത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇത്രയും വലിയ പാശുപതാസ്ത്രമൊക്കെ കിട്ടിയ അർജുനൻ പോലും തന്റെ അസ്ത്രങ്ങളെ ഒരു മരത്തിന്റെ മുകളിൽ വെച്ചിട്ട് ആരോടാ പറയുന്നത്? ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയായിരിക്കുന്ന ജഗദമ്പിയോട്. അമ്മയോട് പറയാണ്, അമ്മ ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കണു, അമ്മ എന്നെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവര് യാത്രയായിട്ട് ആ യുദ്ധഭൂമിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആ രണദുർഗയെ നമസ്കരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ദേവി എന്റെ കൂടെ ഒന്ന് ധർമ്മ സംരക്ഷണം ചെയ്യണേ എന്ന് അമ്മയോട് പറയാ. കാരണം അമ്മ ധർമ്മ സംരക്ഷണത്തിനാണ് ഈ പ്രപഞ്ചത്തില് അവതരിച്ചിരിക്കുന്നത്. ദുർഗ എന്നുള്ള നാമം തന്നെ അതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ എന്താ, അമ്മ വന്നു ധർമ്മ സംരക്ഷണം ചെയ്തു, അവരെ വിജയിപ്പിച്ചു. അപ്പൊ രാമായണത്തില് രാവണനോടുള്ള യുദ്ധത്തിന് പുറപ്പെട്ട രാമൻ എന്താ, ദുർഗാ ഭഗവതി ആരാധിച്ചതിന് ശേഷമാണ് പുറപ്പെട്ടത്. അപ്പൊ ദുർഗയെ പൂജിക്കുന്നവർക്ക് ഒരു കോട്ടയായിട്ട് ദുർഗത്തെ പോലെ നിന്ന് കാത്തുരക്ഷിക്കാൻ ചെയ്യുന്ന ആളാണ് ഈ പരാശക്തി. ദുർഗേ സ്മൃത, ഈ ഒരൊറ്റ വാക്ക് ഡെയിലി ജപിക്കുക. ദുർഗേ സ്മൃത അരസി ഭീതി മശേഷ ചെന്തോ. അപ്പൊ ദുർഗാദേവി എന്ന് പറയുന്ന ദുർഗ ഗും ശരണമഹം പ്രഭത്തെ സുതരസി തരസേ നമ, ദുർഗാ സൂക്തം അല്ലെ? ആ ദുർഗാ സൂക്തത്തിൽ എന്താ പറയുക? ദുർഗാദേവി ഗും ശരണമഹം പ്രഭത്തെ, എന്നെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന അല്ലയോ അമ്മേ, തൃഷ്ടുപ്പ് മന്ത്രമാണിത്. ആ അമ്മ എന്നെ രക്ഷിക്കൂ. അപ്പോ ആ ദുർഗാ സൂക്തം ഇതാണ് എന്താ പറയാ, ഓരോ നാമങ്ങളും അമ്മയുടെ ഓരോ ഭാവങ്ങളും തന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഭക്തരിലൂടെ ദേവി നമുക്ക് കാണിച്ചു തരുന്ന പാഠം. വലിയ പൂജകളൊന്നും വേണ്ട, അമ്മ എന്ന ഭക്തിയോടെ വിളിച്ചാൽ മാത്രം മതി. ആ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന അമ്മയെ പോലെ ഓടി വരുന്നവളാണ്, അല്ലെ? മധുരയില് മീനാക്ഷിയായിട്ട്, കാശിയില് വിശാലാക്ഷിയായിട്ട്, കാഞ്ചിയില് കാമാക്ഷിയായിട്ട്, നീലായുധാക്ഷിയായിട്ട്, ഏത് പേരിലാണെങ്കിലും ആ കണ്ണ് എപ്പോഴും മക്കളുടെ പുറത്താണ്, ഇല്ലേ? എന്തിനാ അമ്മയുടെ കണ്ണുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? എപ്പോഴും തന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, ഇല്ലേ? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവള്. എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്താണ്? ഈ അമ്മ തന്നെയാണ്. ഒരു കുഞ്ഞിന് ചിലപ്പോ എന്താ, അമ്മ മുഖ്യമന്ത്രിയായിരിക്കാം, ഇല്ലെ? ഹൈ ഒഫീഷ്യൽ ആയിരിക്കാം, ഇല്ലെ? ഒഫീഷ്യൽ നെയിംസിലായിരിക്കാം അമ്മ അറിയപ്പെടുന്നത്. ചെറിയ കുഞ്ഞിന് ഒന്ന് മാത്രമേ അറിയാവൂ, അമ്മ. ആ കുട്ടിക്ക് എന്തറിയാം? അമ്മ ഏത് വലിയ കാറിൽ വന്ന് ഇറങ്ങുന്നു, അമ്മയുടെ പൊസിഷൻ എന്ത്? കുട്ടി ഓടിച്ചെല്ലും, അമ്മയുടെ സാരി പിടിക്കും, തായ് അല്ലെ, അമ്മ എന്നാ വിളിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണം ഭക്തരായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. കാരണം അമ്മ അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ്. അമ്മ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഞാനിഞ്ഞ് താഴെ ഒന്നും ചെയ്യാത്തവനാണ്. അപരാധക്ഷമയിൽ പറഞ്ഞ പോലെ ഒന്നിനും കൊള്ളാത്ത, ഇതുവരെ ഒന്നും ചെയ്യാത്ത ആളാണ്. എങ്ങനെ ഞാൻ അമ്മയെ സമീപിക്കുന്നു പറഞ്ഞ് മാറി നിൽക്കരുത്. നമ്മൾ അമ്മയുടെ എന്റെ ഒറ്റ ഡെസിഗ്നേഷൻ എന്താ? ഞാൻ അമ്മയുടെ മകനല്ലേ, അമ്മയുടെ മകളല്ലേ അമ്മ. ഞാനും അമ്മയ്ക്ക് ഇത്രയും വലിയ മക്കൾ ഇരുന്നോട്ടെ, എന്നാലും ഞാനും അമ്മയുടെ മകളല്ലേ എന്നുള്ള ഒരു ചോദ്യം, അവിടെയാണ് സ്നേഹം. അതുകൊണ്ട് ശ്രീ മഹാരാജ്ഞിയാണ് അല്ലേ അമ്മ, ശ്രീ മാതയാണ്. ലളിതാ സഹസ്രനാമം അമ്മ എങ്ങനെയാ പറയുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം എന്താ, അമ്മ ആരാണ്? ആ അമ്മയാണ് നിങ്ങൾക്ക് താഴെ ഇറങ്ങി നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. ദശന്യാദി ദേവതകൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? അമ്മ ശ്രീമാതയാണ്, അല്ലെ? മഹാരാജ്ഞിയാണ്, സിംഹാസനേശ്വരിയാണ്, അല്ലെ? അമ്മ ശരിക്കും പറഞ്ഞാൽ എന്താ, സ്ഥൂല സൂക്ഷ്മ കാരണ മന്ത്ര യന്ത്ര തന്ത്രങ്ങള് എല്ലാ രൂപങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഭയം തോന്നും. ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷെ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാല് വെറും ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നാണ് വന്നതെന്നാ പറയുന്നത്. ഏത് അഗ്നികുണ്ഡത്തിൽ നിന്നാ അമ്മ വരുന്നത്? ചിദഗ്നികുണ്ഡ സംഭൂത. വെളിയില് ദേവന്മാര് വിന്ധ്യാചലത്തിൽ വലിയ അഗ്നികുണ്ഡമൊക്കെ ഉണ്ടാക്കി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് അമ്പ യാഗം നടത്തി, അല്ലെ? ആ യാഗത്തിൽ യജമാനനായിട്ട് സാക്ഷാൽ പരമശിവൻ ഇരുന്നു എന്നാ പറയുന്നത്. അപ്പൊ തങ്ങളുടെ സ്വത്ത്, സുഖം, അല്ലെ, സമ്പത്ത് എല്ലാം ഹോമിച്ചു. ദേവി വന്നില്ല. ഭഗവാൻ ചിരിച്ചോണ്ടിരുന്നു, അല്ലെ? സാക്ഷാൽ എന്താ പറയാ, ആ ഒരു ദേവാദിദേവനായിരിക്കുന്ന മഹാദേവൻ, യജ്ഞത്തിന്റെ ആചാര്യനായിട്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് ബാക്കിയുള്ളത് ഹോമിക്കൂ എന്ന് പറയുക. അപ്പൊ അവര് ചോദിച്ചു, ഇനി എന്താ ഭഗവാനെ ഞങ്ങൾക്ക് ഹോമിക്കാൻ? ഞാൻ ഞങ്ങളുടേതെന്ന് കരുതിയ എല്ലാം, ഞങ്ങളുടെ സമ്പത്ത് ഹോമിച്ചു, അല്ലെ? ഞങ്ങൾ വെച്ചിരുന്ന എല്ലാം, ഞങ്ങളുടെ സുഖങ്ങളെല്ലാം ഹോമിച്ചു, ഇനി എന്താ ഞങ്ങൾ ഹോമിക്കേണ്ടെന്ന് ചോദിച്ചപ്പോ ഒന്നും ഇല്ലേ നിങ്ങളുടെ കയ്യിലെന്നാ ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്തോ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താ, അവര് വിചാരിച്ചു അവരുടെ ശരീരത്തെയാണ് പറയണമെന്ന്. അവര് തന്റെ ശരീരവും ഹോമിച്ചു. അപ്പൊ ദേവന്മാര് സൂക്ഷ്മ പ്രകാശ ശരീരികളാണ്, അല്ലെ? അപ്പൊ അമൃത സേവിച്ച് നാശമില്ല എന്ന് കിട്ടിയ ഒരു വരമുണ്ട് അവർക്ക്. അപ്പൊ അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അപ്പൊ അതില് ഒരു എന്താ പറയാ, മിഥ്യ അഹങ്കാരമാണ് ഈ ശരീരബോധം എന്ന് പറയുന്നത്.
അപ്പൊ അതിനെ ആദ്യം കളഞ്ഞുകൊണ്ട് അവര് എന്ത് ചെയ്തു? ആ ഒരു ശരീരത്തെ ഹോമിച്ചു. എന്നിട്ടും ദേവി വന്നില്ല. അപ്പൊ നിങ്ങളുടെ അഹങ്കാരം, ആണവം എല്ലാം ഹോമിക്കാൻ പറഞ്ഞു ശിവഭഗവാനായിരിക്കണ പരമ്പൊരുള്. അപ്പൊ അതും ഹോമിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ തങ്ക താമ്പാളത്തില് ശ്രീചക്ര ആരൂഢയായിട്ട് സാക്ഷാൽ ലളിതാ പരമേശ്വരി ആവിർഭൂതയായത്. ഇത് എവിടെയാണ്? ഇത് എവിടെയോ നടന്ന കഥയൊന്നുമല്ല. ദേവന്മാര് നടത്തിയ യാഗവും അല്ല ഇത്. ചിത്താകുന്ന അഗ്നികുണ്ഡത്തില് ആ ഒരു നടത്തിയ ഹോമമാണിത്. തങ്ങളിലുള്ള തെറ്റുകള്, അഹങ്കാരം, ഞാനെന്നുള്ള ഭാവം, എല്ലാ ശത്രുക്കളെയും എല്ലാം അമ്മ ഞാനിത് എന്റെ അഗ്നികുണ്ഡത്തിൽ ഹോമിക്കണു, എനിക്ക് ശത്രുവില്ല. നമ്മൾ അപ്പോഴാണ് ദേവനാകുന്നത്. ദേവന്റെ കാര്യത്തിന് മാത്രമേ അമ്മ വരുള്ളൂ. ദേവകാര്യ സമുദ്യത. നമ്മൾ അസുരനായിട്ടിരുന്നോണ്ടോ മനുഷ്യനായിട്ടിരുന്നോണ്ടോ ചുമ്മാ വിളിച്ചിട്ട് അമ്മ വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദേവനാകണം. ആ ദേവന്മാരായാലേ നമ്മുടെ മനസ്സ് ദേവതുല്യമായിരിക്കുന്ന ദേവി അവിടെ എത്തുള്ളൂ. അപ്പൊ ആ അഗ്നികുണ്ഡത്തില്, ഈ നമ്മുടെ ഉള്ളിലെ അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് ദേവി ആവിർഭൂതയാകും, ഉറപ്പാണ്. ഈ ദേവിയാണ് നമ്മള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നൊക്കെ നമ്മൾ സ്തുതിക്കുന്നത്. ശ്രീചക്ര രാജരാജേശ്വരി അല്ലെ? ഈ ശ്രീചക്രം ഈ ശരീരമായിരിക്കണം. നമ്മൾ അറിയണം, ഇവിടെയാണ് മൂലാഗ്നിയായിരിക്കുന്ന ശ്രീപുരം, ആ ഒരു മൂലാഗ്നിയായിരിക്കുന്ന ശ്രീപുരം, ചിന്താമണീഗ്രഹം, പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന പീഠം എല്ലാം എവിടെയാ? നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. നമ്മുടെ അമ്മ ഇരുന്ന് വിരാജിക്കുന്നത് എവിടെയാ? ഈ പഞ്ചബ്രഹ്മ പീഠത്തിലാണ്. ഈ പഞ്ചബ്രഹ്മങ്ങളാകുന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഈ 5 പഞ്ചഭൂതങ്ങളായിരിക്കുന്നത് നമ്മുടെ ഓരോ ചക്രങ്ങളിൽ ഇരിക്കുന്ന ദേവതകൾ തന്നെയാണ്. അപ്പൊ അമ്മ എവിടെയായിരിക്കുന്നത്? ആ ഒരു സദാശിവനാകുന്ന പലകയിൽ. സദാശിവൻ, ലളിതാ ത്രിപുര സുന്ദരിയുടെ എന്താ പറയാ ഭർത്താവ് എന്നുള്ള ആ ഒരു പദമാണ് സദാശിവൻ ഇല്ലേ? ആ പലകയിൽ ഇരുന്ന് വിരാജിക്കുന്നവളാണ് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. അപ്പൊ ഇത് തന്നെയാണ് ഭക്തമാനസം. എവിടെയാണ് ദേവിക്ക് വസിക്കാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാൽ അതറിയാതിരുന്ന ആളുകൾ ഇത് അറിയണം. അതറിയാത്തവരുടെ മൂലാധാരത്തിലെ ഒളിഞ്ഞ് കുണ്ടത്തിനകത്ത് തല കീഴ്പോട്ടാക്കി ശംഭുവിനോട് ചേർന്ന് കിടക്കും അമ്മ. തന്റെ മക്കളെ തന്നെ അറിഞ്ഞ് വിളിക്കുന്നതും കാത്ത് എത്ര ജന്മങ്ങൾ എടുത്താലും അമ്മ പുറത്തേക്ക് വരില്ല. ബാഹ്യ വർണ്ണന നാമരൂപങ്ങളിലെ മയങ്ങിയ മക്കള് അനേക ജന്മങ്ങളിൽ അമ്മയെ അറിയാതെ അനാഥരായിട്ട് അലഞ്ഞു നടക്കുകയാണ്. അറിഞ്ഞു വിളിച്ചാൽ ഉടനെ അല്ലെ തടില്ലത പോലെ ഉണർന്ന് ആ സുഷുമ്നയിലൂടെ തന്റെ പതിയായിരിക്കുന്ന സദാശിവനുമായിട്ട് ചേർന്ന് ആ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട അമൃത്, അച്ഛനാണ് തരുന്നത് നമുക്ക് അമൃത് അല്ലെ? ശിവൻ വിഷമെല്ലാം കുടിച്ചിട്ട് എന്ത് ചെയ്തു? അമൃത് നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം അമൃതൊന്നും വേണ്ട, അദ്ദേഹം മൃതമല്ലാത്ത ആളാണ്. ഒരു കാലത്തിനോ ടൈം ആൻഡ് സ്പേസിന് അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല. അദ്ദേഹം അമൃത ഓൾറെഡി കഴിച്ച, അദ്ദേഹത്തിന്റെ ശരീരമേ അമൃതാണ്. ദേവിയോ അമൃത സാഗരത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവൾ. സുധാസാഗര മധ്യസ്ഥായേ നമ. ആ സുധാസാഗരത്തിൽ ഇരിക്കുന്ന അമ്മയും അമൃത ഭക്ഷിച്ച ഭഗവാനുമാണ് നമ്മുടെ അച്ഛനമ്മമാര്. നമ്മൾ എന്തിനാ ഈ മൃതമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഇവര് രണ്ടുപേരും നമ്മുടെ കൂടെ അപ്പോ ആ അമൃത അച്ഛനിൽ നിന്ന് വാങ്ങി തന്റെ കുഞ്ഞിന് കൊടുത്ത്, അമ്മ ചെന്നാലേ അച്ഛൻ അമൃത തരുള്ളൂ അല്ലെ? ആ തടില്ലതയായിട്ട് ചെന്ന ശിവശക്തി സംയോഗത്തിൽ നിന്നാണ് അമൃതധാര ഉണ്ടാവുക. നമ്മുടെ ശിരസില് ആ ഒരു അമൃതധാര നമ്മുടെ നാഡീ ഞരമ്പുകൾ നനയിച്ചുകൊണ്ട് ഒഴുകുമ്പോ ശരീരബോധം എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപോവാണ്. അപ്പൊ തന്റെ കുഞ്ഞിന് വേണ്ടത് കൊടുക്കുന്ന ആരാ? അമൃതത്വത്തില് ശിവപദത്തിൽ എത്തിച്ചേർക്കുന്ന ആരാ? ഈ ദേവി തന്നെയാണ്. അപ്പൊ അവന് പൂർണ്ണ അനുഗ്രഹമായിരിക്കുന്ന കൈവല്യപദദായിന്യേ നമ. ഈ അമ്മ തന്നെയാണ് നമുക്ക് തരുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാനൊരു ഹംസമായിട്ട് ഓരോ വ്യക്തിയുടെയും മനസ്സിലിരുന്ന് അൻപ് മാത്രം സ്വീകരിക്കും. നിങ്ങൾ തരുന്ന വേറെ ഒന്നും ഞാൻ സ്വീകരിക്കില്ല എന്നമ്മ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, നിങ്ങളുടെ നന്മ മാത്രം മതി. അമ്മ ഇഷ്ടപ്പെടുന്ന അതാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിനെ മാനസ സരോവരമാക്കി തീർക്കണം. എങ്കില് വേറെ ഒരിടത്തും പോകാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. സദാ തന്റെ കുട്ടിയുടെ കൂടെ തന്നെ ഇരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഭക്തമാനസ ഹംസികയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.